നമ്മുടെ 2020 നടന്ന LPST പരീക്ഷയുടെ സൈക്കോളജി ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. നമ്മുടെ 61ാമത്തെ ക്വസ്റ്റ്യൻ മുതലാണ് സൈക്കോളജി ക്വസ്റ്റ്യൻസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും, ഈ ക്വസ്റ്റ്യൻ പേപ്പർ നിങ്ങൾക്ക് ഗ്രൂപ്പിൽ അയച്ചിട്ടുണ്ട്, എടുത്ത് നോക്കിയാൽ കിട്ടും കേട്ടോ. പിന്നെ പറയുന്ന കാര്യങ്ങൾ നോട്ട് എഴുതിയിരുത്താൽ മതി. ഓക്കെ, അങ്ങനെയാണെന്ന് നോക്കി. 61ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ കൊടുത്തിരിക്കുന്നവയിൽ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദ പ്രകാരമുള്ള ക്ലാസ് മുറിയിലെ അധ്യാപകൻ്റെ റോൾ അല്ലാത്തത് ഏത്? അത് നമുക്കറിയാൻ പറ്റും. നമ്മുടെ ഇന്നത്തെ ക്ലാസ് മുറികളെല്ലാം എങ്ങനത്തെ ക്ലാസ് മുറികളാണ്? നമ്മുടെ വിഗോസ്കി, അതുപോലെ തന്നെ ബ്രൂണർ, പിയാഷെ, ബന്ധൂര ഇവരൊക്കെ പറഞ്ഞ പോലെയുള്ള നമ്മുടെ സാമൂഹിക ജ്ഞാന നിർമ്മിതിയിലാണ് നമ്മുടെ എല്ലാ ക്ലാസ് മുറികളുള്ളത്. അതായത് കുട്ടികൾ സ്വയമേ അറിവ് നിർമ്മിക്കണം, അവർ തന്നെ ഓരോന്ന് കണ്ടെത്തണം, അങ്ങനെ ഒരു സമൂഹവുമായിട്ട് ഇടപഴകിക്കൊണ്ട് അവരവരുടെ അറിവ് ഡെവലപ്പ് ചെയ്യാമെന്നാണ് ഇന്നത്തെ നൂറ്റാണ്ടിലുള്ള സൈക്കോളജിസ്റ്റുകളൊക്കെ പറഞ്ഞിരിക്കുന്നത്. നമ്മളത് വെച്ച് നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് എല്ലാം നമ്മൾ ഫോം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പഠിപ്പിക്കാൻ പോകുന്ന ഒരു അധ്യാപകൻ്റെ റോള് അല്ലാത്തതാണ് ചോദിച്ചിരിക്കുന്നത്. ഇവിടെ നോക്കി, അറിവിൻ്റെ ദാതാവ്, അതുപോലെ തന്നെ പഠന പങ്കാളി, അതുപോലെ തന്നെ ഫെസിലിറ്റേറ്റർ, അതുപോലെ തന്നെ ജനാധിപത്യവാദിയായ സംഘത്തലവൻ, ഏതാണ് ഒരു അധ്യാപകൻ്റെ റോൾ അല്ലാത്തതായിട്ടുള്ളത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ ആണ്. കാരണം എന്താണ്? ഒരു അധ്യാപകൻ അറിവിൻ്റെ ദാതാവായിട്ട് അല്ലെങ്കിൽ എൻസൈക്ലോപീഡിയ ആയിട്ട് കാര്യമില്ല, ശരിയല്ലേ? എല്ലാ കാര്യങ്ങളും അറിയാൻ വേണ്ടി കാര്യമില്ല. അതുപോലെ തന്നെ അദ്ദേഹത്തിന്, അല്ലെങ്കിൽ ഒരു അധ്യാപകനാണെങ്കിൽ ആ അധ്യാപകന് എല്ലാ അറിവുണ്ടായിട്ടും കാര്യം അത് പറഞ്ഞു കൊടുക്കാനും അതുപോലെ തന്നെ അത് പറഞ്ഞ് പ്രതിഫലിപ്പിക്കാനുള്ള കഴിവില്ലെങ്കിൽ ആ അറിവിൻ്റെ ദാതാവായിട്ട് കാര്യമുണ്ടോ? ഇല്ല. പിന്നെ ഒരു പഠന പങ്കാളിയായിരിക്കണം, അല്ലേ? കുട്ടികൾ കുട്ടികൾക്ക് എവിടെയാണ് മിസ്റ്റേക്ക് പറ്റുന്നത്, അല്ലെങ്കിൽ എവിടെയാണ് അവർക്ക് സപ്പോർട്ട് വേണ്ടത്, എവിടെയാണ് ഒരു മെൻറ്ററിങ് വേണ്ടത്, അല്ലെങ്കിൽ എവിടെയാണ് അവരെ ഒന്ന് കൈത്താങ്ങ് ചെയ്യേണ്ടത്, എവിടെയാണ് അവരെ പിടിച്ചു കയറ്റേണ്ടത്, ഏത് മേഖലയാണ് അവർക്ക് പാടുള്ളത്, ഏത് സബ്ജക്റ്റാണ് അവർക്ക് അവർ പ്രയാസം നേടുന്നത്, ഇതൊക്കെ നമ്മൾ കണ്ടെത്തി അവരെ പങ്കാളിയായിട്ട് കൂട്ടണം, പഠന പങ്കാളിയായിട്ട് നമ്മൾ നോക്കണം. അതുപോലെ ഫെസിലിറ്റേറ്റർ എന്ന് പറഞ്ഞാൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അവരെ നമ്മൾ മോട്ടിവേറ്റ് ചെയ്യുക, അവർ തളർന്നു പോകുമ്പോൾ അവരെ നമ്മൾ പിടിച്ചു കയറ്റുക, ഇതൊക്കെയാണ് ഫെസിലിറ്റേറ്റർ എന്ന് ഉദ്ദേശിക്കുന്നത്. അടുത്ത ജനാധിപത്യമായ സംഘത്തലവൻ, അല്ലേ? ഇപ്പോൾ ഞാൻ ക്ലാസ്സിന് മുമ്പ് റിവിഷൻ ക്ലാസ് തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ ചുമ്മാ ക്ലാസ് ചോദിച്ചില്ലേ, നമ്മൾ ജനാധിപത്യപരമായിട്ട് പോകുന്നുണ്ട്, നിങ്ങളോട് അഭിപ്രായം ചോദിച്ചിട്ടേ ഞാനിത് വെക്കത്തുള്ളൂ. അപ്പം അവിടെ വലിയവനെന്നോ താഴ്ന്നവനെന്നോ കറുത്തവനെന്നോ വെളുത്തവനോ ഒന്നും അല്ലെങ്കിൽ രാഷ്ട്രീയത്തിൻ്റെയോ മതത്തിൻ്റെയോ ഒക്കെ പേരിൽ ഒരു വേർതിരിവും കാണിക്കാതെ എല്ലാവരെയും ഈക്വലായിട്ട് കൺസിഡർ ചെയ്യുന്ന ഒരു അധ്യാപകൻ. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ശരിയല്ലേ? ബിയും സിയും ഡിയും ശരിയാണ്. ഏത് മാത്രമേ തെറ്റുള്ളൂ? അപ്പം അറിവിൻ്റെ ദാതാവ് മാത്രമാണ് തെറ്റുള്ളത്. സോ ഓപ്ഷൻ എ ആണ് ഇവിടെ കറക്റ്റായിട്ടുള്ള ആൻസർ. ഒരു അധ്യാപകൻ്റെ റോൾ അല്ലാത്തതാണ് ഇവിടെ വരേണ്ടത്. പിന്നെ അതുപോലെ തന്നെ ഈ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദത്തെ പറ്റി പറയുമ്പോൾ നമ്മൾ ഇവരോട് കൂട്ടിച്ചേർത്ത് പറയുന്നത് അതിൻ്റെ വക്താക്കൾ, അല്ലേ? നമ്മുടെ പിയാഷെയുണ്ട്, വിഗോസ്കി ഉണ്ട്, ബ്രൂണറുണ്ട്, ബന്ധൂരിയുണ്ട്. ഇവരാണ് ഈ പറഞ്ഞ സാമൂഹിക ജ്ഞാനനിർമ്മിതിവാദം അല്ലെങ്കിൽ സോഷ്യൽ കൺസ്ട്രക്റ്റിവിസത്തിൻ്റെ സൈക്കോളജിസ്റ്റുകൾ, അല്ലെങ്കിൽ നമ്മുടെ ശാസ്ത്രജ്ഞർ എന്നൊക്കെ നമ്മൾ പറയുന്ന പോലെ തന്നെ നമ്മൾ സൈക്കോളജിസ്റ്റുകളാണ് ഇവരെല്ലാം. ഇവർ കണ്ടുപിടിച്ച തിയറീസാണ് നമ്മുടെ ഈ പറഞ്ഞ ക്ലാസ് മുറിയിൽ നമ്മളിന്ന് പ്രയോഗിച്ച് വരുന്നത്. അതുപോലെ തന്നെ ഈ പറഞ്ഞ ക്ലാസ് മുറിയിൽ അധ്യാപകൻ്റെ ബാക്കിയുള്ള പങ്കുകളാണ്, അതായത് നമ്മൾ ഒരു കുട്ടികൾക്ക് പഠനത്തിന് കൈത്താങ്ങ് നൽകണമെന്ന്, ഇതിനൊക്കെ പകരം ഇനി ഓപ്ഷനിൽ വരാൻ പോകുന്നതാണ് കൈത്താങ്ങ് നൽകുന്ന ഒരു വ്യക്തിയായിരിക്കണം. അതുപോലെ തന്നെ ആവശ്യമുള്ള പഠനാനുഭവങ്ങളൊക്കെ നമ്മൾ അവർക്ക് ഒരുക്കി കൊടുക്കണം. അതായത് പഠനത്തെ നേരനുഭവങ്ങളാക്കുകയാണെങ്കിൽ അത്രയും നല്ലത്. നമ്മുടെ ചെറിയ കഥകളാകാം, അല്ലെങ്കിൽ ചെറിയ സിറ്റുവേഷൻസ് ആകാം, അല്ലെങ്കിൽ ചെറിയ ചെറിയ പരീക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ ചില നിരീക്ഷണങ്ങളാകാം, അല്ലെങ്കിൽ ഒരു ചെറിയ വീഡിയോ ആകാം. ഇതിനെയൊക്കെ നമ്മൾ നേരനുഭവത്തിലൂടെ കൊടുക്കുകയാണെങ്കിൽ അത് നല്ലതാണ്. അതും ഒരു അധ്യാപകൻ്റെ റോളാണ്. പിന്നെയുള്ളത്, കുട്ടികൾക്ക് ഓരോ സൂചനകൾ നൽകി സഹായിക്കണം. അതായത് ഇപ്പോൾ കൊച്ചിനിപ്പം ഒരു കണക്ക് കൂട്ടാൻ ഒരു പ്രശ്നമുണ്ട്. അപ്പോൾ നമ്മൾ പറയുകയാണ് ആദ്യത്തേൻ്റെ അകത്ത് കൂട്ടിയെടുക്ക്, രണ്ടാമത്തിനകത്ത് കുറയ്ക്ക്, ഇത് തമ്മിൽ കൂട്ട് എന്നൊക്കെ നമ്മളിങ്ങനെ സൂചനകൾ കൊടുത്ത് കുട്ടികളെ ആൻസറിലേക്ക് കൊണ്ടുവരിക. നമ്മൾ തന്നെയല്ലേ ക്ലാസ്സിൽ നമ്മുടെ ഒരു ടീച്ചർമാരിലൊക്കെ നമ്മൾ എഴുതുമ്പോൾ, അല്ലേ, നമ്മൾ ക്ലാസ്സിലേക്ക് നമ്മൾ കയറി ചെല്ലുമ്പം കുട്ടികളെ ആ ടോപ്പിക്കിലേക്ക് നമ്മൾ ചെറിയ മൈന്യൂട്ടായിട്ടുള്ള ചോദ്യങ്ങൾ ചോദിച്ച് അവരെ ആ ടോപ്പിക്കിലേക്ക് കൊണ്ടുവരുന്നത്, അല്ലേ? അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ആവശ്യമായിട്ടുള്ള സൂചനകൾ നൽകി നമ്മൾ സഹായിക്കണം. പിന്നെ അതുപോലെ തന്നെ സ്വയം ചെയ്യാനായിട്ട് നമ്മൾ നിർദ്ദേശിക്കണം. അതായത് നമ്മൾ സൂചനകൾ കൊടുത്ത് അവർ സ്വയമേ ചെയ്യുവാനായിട്ട് നമ്മൾ അവരെ പ്രേരിപ്പിക്കണം, അല്ലെങ്കിൽ നിർദ്ദേശിക്കണം. പിന്നെ അതുപോലെ തന്നെ ചിന്തിപ്പിക്കാൻ പ്രേരിപ്പിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ചോദിക്കണം. അതായത്
നമ്മൾ ചുമ്മാ കുട്ടികൾ ഒരിക്കലും ഇരുത്തില്ല, എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എപ്പോഴും ചിന്തിപ്പിച്ചുകൊണ്ടിരിക്കണം അവരെ കൊണ്ട്. അതായത് പഠന സംബന്ധമായിട്ടും അല്ലെങ്കിൽ പാഠ്യേതര പ്രവർത്തനങ്ങളൊക്കെ ആയിട്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ അവരെ കൊണ്ട് ചിന്തിപ്പിക്കുന്ന രീതിയിലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിച്ച് അവരെ എപ്പോഴും എന്താണ് ആക്ടിവേറ്റ് ആയിക്കൊണ്ടിരിക്കണം. അതൊക്കെ ഇതിൻ്റെ അകത്ത് വരുന്നതാണ്, നോക്കിയിട്ട് വേണം പോകാം കേട്ടോ. ഈ ഒരു സബ്ബിൽ നിന്ന് തന്നെ വരുന്നതാണ്, അതൊക്കെ നോക്കിയിട്ട് വേണം പോകാം. അപ്പം അറിവിൻ്റെ അധ്യാപകൻ്റെ റോള് ആയത് വേണമെങ്കിൽ ചോദിക്കാം, അല്ലാത്തതും വേണമെങ്കിൽ ചോദിക്കാം കേട്ടോ. അപ്പം ഓപ്ഷൻ എ ആണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത്. അതുപോലെ തന്നെ അടുത്ത ക്വസ്റ്റ്യൻ ആണ്, പഠിക്കാൻ മിടുക്കനായിരുന്ന ആദർശ് കുറച്ച് നാളുകളായി പഠനത്തിൽ തീരെ ശ്രദ്ധിക്കുന്നില്ല. പതിവായി വൈകിയാണ് ക്ലാസ്സിലെത്തുന്നത്. എപ്പോഴും ഒറ്റയ്ക്കിരിക്കാൻ ഇഷ്ടപ്പെടുന്നു. ആദർശിന് ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച് പഠിക്കാൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏത്? അതായത് ആദർശ് എന്ന് പറഞ്ഞ കുട്ടി വളരെ മിടുക്കനായിരുന്നു, ക്ലാസ്സിലൊക്കെ എപ്പോഴും ഫസ്റ്റ് ആയിരുന്നു. പക്ഷേ കുറച്ച് നാളുകളായിട്ട്, അതായത് ഒരു 3-4 മാസമായിട്ട് നമ്മുടെ ആദർശിന് പഠനത്തിലൊന്നും ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല, ശ്രദ്ധ വിട്ടു പോകുന്നു, പരീക്ഷകളെല്ലാം മാർക്ക് പോകുന്നു. അങ്ങനെയാണെങ്കിൽ ഈ ആദർശിൻ്റെ സ്വഭാവം പഠിക്കാനായിട്ട് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള രീതി ഏതാണ്? ക്രിയാഗവേഷണമാണോ, പരീക്ഷണ രീതിയാണോ, കേസ് സ്റ്റഡിയാണോ, ആത്മനിഷ്ഠ രീതിയാണോ? ഏതാണ്? എല്ലാവരും ഓപ്ഷൻ സി ആണ് പറയുന്നത്. സോ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ, കേസ് സ്റ്റഡി അല്ലേ. അതായത് ഒരു പർട്ടിക്കുലർ വ്യക്തിയുടെ അല്ലെങ്കിൽ പർട്ടിക്കുലർ ആയിട്ടുള്ളൊരു കുട്ടിയുടെ ആഴത്തിലുള്ള പഠനം അല്ലെങ്കിൽ ഒരു കേസിൻ്റെ പഠനമാണ് നമ്മൾ നടത്തുന്നത്. അതായത് ആ കൊച്ചിന് എന്ത് പറ്റിയെന്ന് നമുക്ക് കണ്ടെത്തണം അല്ലേ. അതായത് കണ്ടു ഈ കൊച്ചിൻ്റെ ഈ സ്വഭാവ വ്യതിയാനത്തെക്കുറിച്ച്, അതായത് ഈ ആദർശ് എന്ന് പറഞ്ഞ കൊച്ചിനെ മാത്രമേ നമ്മൾ ചെയ്യുന്നുള്ളൂ, ശരിയല്ലേ? അങ്ങനെ വരുമ്പോൾ അവിടെ അവനെ നമ്മളൊരു കേസായിട്ട് എടുത്ത് അതിൻ്റെ സ്റ്റഡി നമ്മൾ നടത്തണം. അപ്പോൾ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ അസാധാരണമായിട്ടുള്ള മാനസിക പ്രശ്നങ്ങൾ നേരിടുന്നതാണോ അതോ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ അവന് വേറെ ഉള്ളതാണോ എന്നൊക്കെ നമ്മൾ അവനെ പിടിച്ചിരുത്തി സംസാരിച്ച് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാവും എന്താണ് നമുക്ക് അവൻ ഇതാണ് പ്രശ്നം, ആ പ്രശ്നത്തിൽ നിന്ന് എങ്ങനെ അവനെ മറികടത്തണം നമുക്ക് നിർദ്ദേശിക്കാനും പറ്റും. ഇതിന് മറ്റൊരു പേരാണ് ഏക വ്യക്തി പഠനം കേട്ടോ. ഈ കേസ് സ്റ്റഡിയുടെ മറ്റൊരു പേരാണ്, ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടുവരുന്ന മറ്റൊരു പേരാണ് ഏക വ്യക്തി പഠനം കേട്ടോ. ഏക വ്യക്തി പഠനം എന്ന് ഇതിനെ മലയാളത്തിൽ പറയും, ഇംഗ്ലീഷ് വാക്കാണ് കേസ് സ്റ്റഡി എന്ന് പറയുന്നത്. ഈ ഏക വ്യക്തി പഠനം ആ വാക്യത്തിനാണ് അല്ലേ, ഒരു വ്യക്തിനെ മാത്രം എടുത്തുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, പഠിപ്പിക്കുന്നു. അതാണ് ഏക വ്യക്തി പഠനം. അല്ല ആ കൊച്ചിൻ്റെ അല്ലെങ്കിൽ പ്രശ്നങ്ങൾ ജീവിത സാഹചര്യങ്ങളൊക്കെ വെച്ച് നമ്മൾ പഠിച്ചെടുക്കുന്നതാണ് ഏക വ്യക്തി പഠനം. അടുത്ത എന്താണ് ക്രിയാഗവേഷണം? ആരാണ് എൻ്റെ ഉപജ്ഞാതാവ്? ക്രിയാഗവേഷണത്തിന് ഉപജ്ഞാതാവ് ആരാണ്? ആരാ? സ്റ്റീഫൻ എം കോറി അല്ലേ. എന്താണ് ക്രിയാഗവേഷണം? അതായത് അതിൻ്റെ പ്രശ്നം വെച്ചാൽ ക്ലാസ്സിൽ എന്തുണ്ടാവണം, ഒരു കോമൺ ഇഷ്യൂ ഉണ്ടാവണം കേട്ടോ. ക്ലാസ്സിലൊരു കോമൺ ഇഷ്യൂ ഉണ്ടെങ്കിൽ അതിൻ്റെ കാരണങ്ങൾ നമ്മൾ തേടി ഒരു ശാസ്ത്രീയ മനോഭാവത്തോടു കൂടി നമ്മൾ പ്രശ്നത്തെ എന്താണ് അഭിമുഖീകരിക്കുന്നത് അല്ലെങ്കിൽ പ്രശ്നത്തെ നമ്മൾ പരിഹാരം കണ്ടെത്തുന്ന രീതിയാണ് ക്രിയാഗവേഷണം എന്ന് പറയുന്നത്. അതായത് അതിൻ്റെ പ്രോപ്പർ ഡെഫിനിഷൻ ഇങ്ങനെയാണ്, ക്ലാസ് മുറിയിൽ ഒരു പ്രശ്നത്തെ മുഖാമുഖം നേരിടുന്ന അധ്യാപകൻ ഒരു ഗവേഷക മനോഭാവത്തോടു കൂടി എന്ത് ചെയ്യുന്നു, തൻ്റെ അവയ്ക്കടിസ്ഥാനമായ കാര്യകാരണങ്ങൾ കണ്ടെത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് ക്രിയാഗവേഷണം. അതിൻ്റെ വക്താവാണ് സ്റ്റീഫൻ എം കോറി കേട്ടോ. അപ്പോൾ അതിൻ്റെ വക്താവാണ് സ്റ്റീഫൻ എം കോറി. അടുത്തത് പരീക്ഷണ രീതി. ആരാണ് കണ്ടുപിടിച്ചത് പരീക്ഷണ രീതി? പരീക്ഷണ രീതി ആരുടെയാ? പരീക്ഷണ രീതി ആരാ കണ്ടുപിടിച്ചത്? മറന്നുപോയോ? പരീക്ഷണ രീതി ആരാ കണ്ടുപിടിച്ചത്? വില്യം. ബാക്കി പറഞ്ഞു. പരീക്ഷണ രീതി ആദ്യത്തെ ജർമ്മനിയിലെ മനഃശാസ്ത്ര ലബോറട്ടറി സ്ഥാപിച്ച വ്യക്തിയാണ്. ക്ലൂ ആണ്. അതാരാണ്? വില്യം വൂണ്ട് കേട്ടോ. ഇപ്പോൾ വന്നു വില്യം വൂണ്ട് കേട്ടോ. ഇപ്പോഴൊക്കെ കേൾക്കുന്നുണ്ട്. അപ്പോൾ ഓർത്തിരിക്കണം, നമ്മുടെ മനഃശാസ്ത്രത്തിൽ ആദ്യമായിട്ട് നമ്മുടെ എന്ത് സ്ഥാപിച്ചാണ്? ലബോറട്ടറി കേട്ടോ സ്ഥാപിച്ച വില്യം വൂണ്ടാണ് പരീക്ഷണ രീതിയുടെ വക്താവായിട്ട് അറിയപ്പെടുന്നത്. അതായത് നമ്മളൊരു രീതി കിട്ടുവാണെങ്കിൽ അല്ലെങ്കിൽ ഒരു പ്രശ്നം കിട്ടുവാണെങ്കിൽ പരീക്ഷണത്തിലൂടെ നമ്മൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് പരീക്ഷണ രീതി. അടുത്തത് എന്താണ്? ആത്മനിഷ്ഠ രീതി. അതിൻ്റെ വക്താവ് ആരാണ്? ആത്മനിഷ്ഠ രീതി ആരാണ് വക്താവ്? മറന്നുപോയ ആത്മനിഷ്ഠ രീതി അഥവാ ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് ഇംഗ്ലീഷിൽ പറയും. എന്താണ് അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? അതിൻ്റെ വക്താക്കൾ ആരൊക്കെയാണ്? വുഡും ഒരാളുകൂടി ഉണ്ട്, ടിച്ച്നർ കേട്ടോ. വുഡും ടിച്ച്നറുമാണ് അതിൻ്റെ വക്താക്കൾ. മറന്നുപോയത് ആത്മനിഷ്ഠ രീതി വെച്ചാൽ ആത്മനിഷ്ഠ രീതി ഒരാളുടെ മനസ്സിലേക്കുള്ള എത്തിനോക്കൽ അല്ലെങ്കിൽ ഒരാളുടെ ആത്മാവിലേക്കുള്ള എത്തിനോക്കൽ എന്നൊക്കെ ഉണ്ടോ. അതായത് ആത്മാവ്, നിഷ്ഠ നോക്കുന്നു. അപ്പോൾ ഓർത്തിരിക്കുക, ഒരാളുടെ എന്താണ് മനസ്സിലേക്കുള്ള എത്തിനോക്കൽ അല്ലെങ്കിൽ ഒരാളുടെ മാനസിക പ്രതിഭാസങ്ങൾ നമ്മൾ മനസ്സിലാക്കാനുള്ള രീതിക്ക് പറയുന്ന പേരാണ് ആത്മനിഷ്ഠ രീതി എന്ന് പറയുന്നത്, ഇൻട്രോസ്പെക്ഷൻ മെത്തേഡ് എന്ന് പറയുന്നത് കേട്ടോ. പക്ഷേ ഈ രീതി പ്രാബല്യത്തിൽ വന്നോ? നമുക്ക് ഇപ്പം ഞാൻ ഏത് മൈൻഡ് സെറ്റിലായിരിക്കും നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? ആർക്കെങ്കിലും പറയാൻ പറ്റുമോ ഞാൻ ഏത് മൈൻഡ് സെറ്റിലായിരിക്കുന്നതെന്ന്?
സന്തോഷത്തിലാണോ, ഹാപ്പിയിലാണോ, സങ്കടത്തിലാണോ, ദുഃഖത്തിലാണോ, പ്രയാസത്തിലാണോ, അതെന്തെങ്കിലും തേപ്പ് കിട്ടിയ വിഷമത്തിലാണോ എന്നൊക്കെ നിങ്ങൾക്ക് പറയാൻ പറ്റുമോ അവിടെ ഇരുന്നുകൊണ്ട്? പറ്റുമോ? ഇല്ല. അപ്പോൾ അങ്ങനെ വരുമ്പോൾ ആ രീതി എന്ത് സംഭവിച്ചില്ല? ആ ഫലവത്തായില്ല, തള്ളിപ്പോയ രീതി കേട്ടോ. ഓർത്തിരിക്കണം, വുഡും ടീച്ചറിനൊക്കെ വലിയ കാര്യത്തിൽ എന്താണ് ഒരാളുടെ സ്വന്തം മനസ്സിലേക്കുള്ള എത്തി നോക്കലാണ്. അതാണ് ഇതാണ് മാങ്ങയാണ് തേങ്ങയാണെന്നൊക്കെ പറഞ്ഞു വെച്ചപ്പോൾ പുറകെ വന്ന ആൾക്കാർ പറഞ്ഞു എടാ ഇതൊന്നും വർക്കൗട്ട് ആകത്തില്ലെന്ന് പറഞ്ഞ് തള്ളിപ്പോയ രീതി കേട്ടോ. ആൽമോസ്റ്റ് ആ രീതി കണ്ടുപിടിച്ചത് വുഡും ടീച്ചർ. ഒരാളുടെ എന്താണ് മനസ്സിലേക്ക് നമ്മൾ എത്തി നോക്കിക്കൊണ്ട് അവരുടെ പ്രശ്നങ്ങൾ നമ്മൾ കണ്ടെത്തുന്ന രീതിയാണ് ഈ പറഞ്ഞ ആൽമോസ്റ്റ് ആ രീതി കേട്ടോ. ഇതിൻ്റെ കൂടെ തന്നെയുള്ളതാണ് നമ്മുടെ ഈ രീതികൾക്കകത്ത് കൂടെയുള്ള മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് നമ്മുടെ ആരായിരുന്നു ജെയൽ മൊറീനോ കണ്ടുപിടിച്ച എന്തായിരുന്നു ജെയൽ മൊറീനോ കണ്ടുപിടിച്ചത്? ഓർമ്മയുണ്ടോ? ജെയൽ മൊറീനോ രാവിലത്തെ ക്ലാസ്സിൽ പറഞ്ഞിരുന്നു. സോഷ്യോമെട്രിക് ടെക്നിക്ക് അഥവാ സാമൂഹിക മിതി അല്ലെങ്കിൽ സാമൂഹിക രീതി എന്ന് പറയും അല്ലേ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. മിക്ക ക്വസ്റ്റ്യൻ പേപ്പറിൽ ഈ ഒരു പോർഷനിൽ തന്നെ ചോദിക്കുന്നതാണ്. അതായത് കുട്ടികളെ മറ്റു കുട്ടികളെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്, അല്ലെങ്കിൽ സമൂഹത്തിലൊരു വ്യക്തിയുടെ എന്താണ് സ്ഥാനം അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ നില എത്രമാത്രം മറ്റ് ആൾക്കാർ അവനെ വിലയിരുത്തുന്നുണ്ടെന്ന് മനസ്സിലാക്കുന്നതാണ് ഈ പറഞ്ഞ സാമൂഹിക മിതി അഥവാ സോഷ്യോമെട്രിക് ടെക്നിക്ക് എന്ന് പറയുന്നത്. അതിൻ്റെ വക്താവാണ് JL മൊറീനോ കേട്ടോ. JL മൊറീനോ ആണ് അതിൻ്റെ വക്താവായിട്ട് വരുന്നത്. അതിൻ്റെ അകത്ത് അദ്ദേഹം പറഞ്ഞതാണ്, ഒരു ക്ലാസ്സിൽ ഒരു കൊച്ച് ഒറ്റയ്ക്ക് കാണപ്പെടുവാണെങ്കിൽ ആ കൊച്ചിനൊരു പേര് വിളിച്ചു. എന്തായിരുന്നു ആ കൊച്ചിൻ്റെ പേര്? ഒറ്റയ്ക്ക് ഒരു കൊച്ചിരിക്കുകയാണെങ്കിൽ ആ കൊച്ചിനൊരു പേര് വിളിച്ചു. ആ പേരെന്താണെന്ന് ഓർക്കുന്നുണ്ടോ? ഒറ്റയ്ക്കിരിക്കുന്ന ആൾ ഐസൊലേറ്റഡ് അഥവാ ഏകാഗി കേട്ടോ. ഒറ്റയ്ക്കിരിക്കുന്ന ആളെ അദ്ദേഹം വിളിച്ച പേരാണ് ഏകാഗി എന്ന്. ഇനിയും രണ്ട് പേര് സയാമീസ് ഇരട്ടകളെ പോലെ ഒരുമിച്ച് പോകുന്നു, ഒരുമിച്ച് വരുന്നു, ഒരുമിച്ച് നടക്കുന്നു, ഒരുമിച്ച് കഴിക്കുന്നു, ഒരുമിച്ച് വീട്ടിൽ പോകുന്നു, ഒരുമിച്ച് തിരിച്ചു വരുന്നു. അങ്ങനെയാണെങ്കിൽ രണ്ട് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ബന്ധം സ്ഥാപിച്ചെടുക്കുവാണെങ്കിൽ അതിന് പറയുന്ന പേരെന്തായിരുന്നു അദ്ദേഹം വിളിച്ചത്? രണ്ട് പേര് തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അല്ലേ, ഒരാൾ അങ്ങോട്ടും ഒന്ന് രണ്ടിനോടും രണ്ട് ഒന്നിനോടും തിരിച്ചു മറിച്ചുവാണെങ്കിൽ അദ്ദേഹം അതിനൊരു പേര് പറഞ്ഞു. എന്താണ്? ദ്വന്ദ്ങ്ങൾ അഥവാ ഇംഗ്ലീഷിൽ ട്വിൻസ് എന്ന് വിളിച്ചു അദ്ദേഹം അല്ലേ. ഇദ്ദേഹത്തെ വിളിച്ചാണ് ദ്വന്ദ്ങ്ങൾ എന്ന് വിളിച്ചു. ഇനിയും മൂന്ന് കൂട്ടരാണ് അങ്ങോട്ടും ഇങ്ങോട്ടും. ഇതാണ് മിക്കപ്പോഴും പരിശോധനയുള്ളത്. അതായത് ഈ മൂന്ന് കൂട്ടർ അല്ലേ, ഒന്ന് രണ്ടിനോടും രണ്ട് മൂന്നിനോടും മൂന്ന് ഒന്നിനോടും ഇങ്ങനെ മൂന്ന് പേര് മുരട്ടകളായിട്ട് പോവുകയാണെങ്കിൽ അല്ലേ, മുരട്ടകളായിട്ട് പോവുകയാണെങ്കിൽ അവർക്കും ജെയൽ മൊറീനോ ഒരു പേരിട്ടു. എന്താണ് അവർക്ക് പറയുന്ന പേര്? എന്ത് പേരിലാണ് അദ്ദേഹം അതിനെ വിളിച്ചത്? നമ്മുടെ ക്ലിക്കുകൾ അല്ലേ, അല്ലെങ്കിൽ ക്ലിക്കുകൾ. ഓർക്കുന്നില്ലേ? ക്ലിക്കുകൾ എന്നാണ് അദ്ദേഹം അവരെ വിളിച്ചത്. ക്ലിക്കുകൾ എന്നാണ് അദ്ദേഹം അവരെ വിളിച്ചത്. പിന്നെ അദ്ദേഹം പറഞ്ഞാണ് ഒരാളെ തന്നെ കേട്ടോ, ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ കേട്ടോ, ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്ത് നിൽക്കുവാണെങ്കിൽ അവനാണ് അവിടുത്തെ ആര് സ്റ്റാർ കേട്ടോ. ഒരു വ്യക്തിയെ തന്നെ അല്ലെങ്കിൽ ഒരു കുട്ടിയെ തന്നെ എല്ലാവരും പറയുന്നുണ്ടെങ്കിൽ അവനാണ് അവിടുത്തെ ആര് സ്റ്റാർ കേട്ടോ. ഇനിയും ഒരു കൂട്ടം ആൾക്കാർ ഒരുമിച്ച് പോവുകയാണെങ്കിൽ അദ്ദേഹത്തിന് ഒരു പേര് വിളിച്ചു. എന്താണ്? ഗാങ്. ഓർക്കുന്ന ഗാങ്ങികൾ. അപ്പോൾ ഇതെല്ലാം ഓർത്തിരിക്കണം. പ്രത്യേകിച്ച് ഏകാഗി ഒറ്റയ്ക്ക് നിൽക്കുന്നവൻ, ദ്വന്ദ്ങ്ങൾ രണ്ട് പേരായിട്ട് പോകുന്നവർ, മൂന്ന് പേരായിട്ട് പോകുന്നവരെ അദ്ദേഹം വിളിച്ച പേര് ക്ലിക്കുകൾ, ഒരാളെ തന്നെ എല്ലാവരും ഫോക്കസ് ചെയ്യണമെങ്കിൽ അതിന് പറയുന്ന പേര് സ്റ്റാറുകൾ, ഒരു കൂട്ടം ആൾക്കാർ പോവുകയാണെങ്കിൽ അവർക്ക് പറയുന്ന പേര് ഗാങ്ങുകൾ. ഇതാണ് നമ്മുടെ ജെയൽ മൊറീനോ കണ്ടുപിടിച്ച രീതി. മറ്റൊരു രീതിയാണ് നമ്മുടെ എന്തായിരുന്നു പ്രക്ഷേപണ രീതി. ഓർക്കുന്നുണ്ടോ? പ്രക്ഷേപണ രീതി എന്താണ്? പ്രക്ഷേപണ രീതി വെച്ചാൽ ഒരാളുടെ അബോധ മനസ്സിലുള്ള വിചാരങ്ങളെ നമ്മൾ കണ്ടെത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് പ്രക്ഷേപണ രീതി അഥവാ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും കേട്ടോ. എന്താണ് പ്രക്ഷേപണ രീതി എന്നാണ് പറയുന്നത്? ഒരാളുടെ അബോധ മനസ്സിലുള്ള കാരണങ്ങളെ അല്ലെങ്കിൽ കാര്യങ്ങളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്ക് പറയുന്ന പേരാണ് പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവ് മെത്തേഡ് എന്ന് പറയും. പ്രക്ഷേപണ രീതി എന്താണ്? നമ്മൾ കണ്ടുപിടിക്കുന്ന ടെസ്റ്റുകളാണ് റോഷെ മഷിയപ്പ് പരീക്ഷ, അതുപോലെ തന്നെ പദസരജ പരീക്ഷ, വാക്യപൂർണ്ണ പരീക്ഷ. ഇതെല്ലാം നമ്മൾ എന്ത് കണ്ടുപിടിക്കുന്നതാണ്? ഈ പറഞ്ഞ നമ്മുടെ പ്രക്ഷേപണ രീതി അല്ലെങ്കിൽ പ്രൊജക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്നതാണ്. പിന്നെ മറ്റൊരെണ്ണമാണ് നമ്മുടെ എന്തായിരുന്നു ഇവിടെ പറയുന്നുണ്ട് പ്രക്ഷേപണ രീതി സോഷ്യോഗ്രാം. ഇപ്പോൾ പറഞ്ഞു കേട്ടോ, ക്ലിക്കുകളും സ്റ്റാറുകൾ ഉണ്ടോ വരച്ച കാര്യങ്ങളാണ് ഈ പറഞ്ഞത്. ഇത് ഏകാഗി ക്ലിക്കുകൾ സ്റ്റാറുകളെല്ലാം നമ്മൾ പറഞ്ഞാണ്. പിന്നെ നമ്മൾ പഠിച്ചതാണ് പ്രക്ഷേപണം. അബോധ മനസ്സിലുള്ള അടിച്ചമർത്തപ്പെട്ട വികാരങ്ങളെയും പ്രത്യേക സ്വഭാവ സവിശേഷതകളും കണ്ടെത്താനായിട്ട് നമ്മൾ പറയുന്നതാണ് പ്രക്ഷേപണ രീതി. ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കണം. പരീക്ഷയ്ക്ക് പല ആവർത്തി ചോദിക്കുന്നതാണ്. അത് കണ്ടുപിടിക്കാനുള്ള ടെസ്റ്റുകളാണ് റോഷെ മഷിയപ്പ് പരീക്ഷയുണ്ട്, തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ് ഉണ്ട്, ചിൽഡ്രൻസ് അപ്പർട്ടിഷൻ ടെസ്റ്റ് ഉണ്ട്, പദസരജ പരീക്ഷയുണ്ട്, വാക്യപൂർണ്ണ പരീക്ഷയുണ്ട്. ഇതൊക്കെ നമ്മുടെ പ്രൊജക്റ്റീവ് മെത്തേഡ് കണ്ടുപിടിക്കാനുള്ള രീതികളാണ്. പിന്നെയുള്ള രണ്ട് രീതികളാണ് സഞ്ചിത രേഖയും ഉപാഖ്യാന രേഖയും. സഞ്ചിത രേഖയും
എന്താണ് ഉപാഖ്യാന രേഖയും. എന്താണ് സഞ്ചിത രേഖ? ആ വാക്കിൽ തന്നെ ഉണ്ട് സഞ്ചിതം, അതായത് സഞ്ചരിക്കുക എന്നർത്ഥം. അതായത് ഒരു കുട്ടിയുടെ ജനനം മുതൽ ഉള്ള കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യുവാണ്, നമ്മൾ റെക്കോർഡാക്കി അവൻ ഇന്ന പ്രായത്തിൽ ഇന്നത് ചെയ്തു, ഇന്ന ക്ലാസ്സിൽ ഇന്നൊക്കെ കാര്യങ്ങളുണ്ടായിരുന്നു, ഇത്രയൊക്കെ മാർക്ക് അവന് കിട്ടി. ഇങ്ങനെ നമ്മൾ ഒരു കുട്ടിയുടെ ആരംഭം മുതലുള്ള കാര്യങ്ങളെ നമ്മൾ റെക്കോർഡാക്കി വെക്കുന്നതിന് പറഞ്ഞ പേരാണ്, അല്ലെങ്കിൽ നമ്മൾ തുടർച്ചയായിട്ടുള്ള സൂക്ഷ്മ വീക്ഷണത്തിലൂടെ നമ്മൾ കണ്ടെത്തുന്ന രീതിക്ക് പറഞ്ഞ പേരാണ് നമ്മുടെ സഞ്ചിത രേഖ എന്ന് പറയുന്നത്. മറ്റൊരു രേഖയാണ് ഉപാഖ്യാന രേഖ അഥവാ നമ്മുടെ അനക്ഡോക്ടൽ റെക്കോർഡ് എന്ന് പറയും. എന്താണ് അതിൻ്റെ ഡെഫിനിഷൻ? ഇതാണ്, കുട്ടികളിലുണ്ടാകുന്ന അവിചാരിതമായ, ഈ ഒരു പോയിന്റ് നോക്കിയിട്ട് പോയത് കേട്ടോ, അവിചാരിതമായ പ്രകടനങ്ങളെയും അതുപോലെ ചില പ്രത്യേക സ്വഭാവ സവിശേഷതകളെ നമ്മൾ പറയുന്നതാണ് നമ്മുടെ എന്തെന്ന് പറയുന്നത് ഉപാഖ്യാന രേഖ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പിന്നെയുള്ളത് ചെക്ക് ലിസ്റ്റ്. എന്താണ്, ഒരു കൂട്ടം ആൾക്കാരെ നമ്മൾ ഒരുമിച്ച് എന്താണ് വിവരങ്ങൾ ശേഖരിക്കാൻ നമ്മൾ യൂസ് ചെയ്യുന്നതാണ് നമ്മുടെ ചെക്ക് ലിസ്റ്റ്. പിന്നെ അതുപോലെ തന്നെ വേറൊന്നാണ് റേറ്റിംഗ് സ്കെയിൽ. അതിൻ്റെ ഡെഫിനിഷൻ ഉണ്ട്. എന്തായിരുന്നു? നമ്മുടെ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്നല്ലേ. അതായത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ അല്ലെങ്കിൽ നമ്മൾ കണ്ടെത്താൻ പോകുന്ന കാര്യങ്ങൾ എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമുക്ക് കാണിച്ചു തരുന്നതാണ് റേറ്റിംഗ് സ്കെയിൽ കേട്ടോ. അതായത് കണ്ടോ, നിരീക്ഷിക്കപ്പെടുന്ന വ്യക്തി എത്ര അളവിലും തീവ്രതയിലും ഉണ്ടെന്ന് നമ്മൾ കണ്ടെത്തുന്ന രീതിക്ക് പറയുന്ന പേരാണ് നമ്മുടെ റേറ്റിംഗ് സ്കെയിൽ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും രീതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടേ പോകാമുള്ളൂ കേട്ടോ. ഇത്രയും രീതികൾ ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ടേ പോകുള്ളൂ. വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് ഈ കാര്യങ്ങൾ കേട്ടോ, മറന്നു പോകരുത്. ഇറ്റ്സ് വെരി വെരി ഇമ്പോർട്ടൻറ്റ്. ഇതിൽ നിന്ന് ഏതെങ്കിലും ഒരെണ്ണം ചോദിക്കും കേട്ടോ, നോക്കിയിട്ട് വേണം പോകാൻ, മറന്നു പോകരുത് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. ഇവിടെ മുമ്പ് വേറെ എന്തോ ഒരു കമൻറ്റ് വന്നത്, വാട്ട് ഈസ് ടാറ്റ് എന്ന് അങ്ങനെ ചോദിച്ചായിരുന്നു അല്ലേ. ടാറ്റ് ചോദിച്ചായിരുന്നു ആരെങ്കിലും? ഞാൻ കമൻറ്റ് ഇങ്ങനെ ഓടിപ്പോകും. ടാറ്റ് ചോദിച്ചായിരുന്നു ആരെങ്കിലും? ടാറ്റ് എന്ന് വെച്ചാൽ തീമാറ്റിക് അപ്പർട്ടിഷൻ കേട്ടോ. അതിൻ്റെ ഫുൾ ഫോമാണ് ടാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ് എന്ന് പറയും കേട്ടോ. അതിൻ്റെ പേരാണ് ടാറ്റ് എന്ന് പറയുന്നത് കേട്ടോ. ഓക്കെ, ഈ പരീക്ഷണങ്ങൾ എന്താണെന്ന് മാത്രം നിങ്ങൾ നോക്കിയാൽ മതി. അത് ഏത് രീതിക്ക് വേണ്ടി ഉപയോഗിക്കുന്നതാണെന്നും മാത്രം നോക്കിയാൽ മതി. ഓക്കെ, ഓക്കെ, കേൾക്കാവോ? ഹലോ, കേൾക്കാവോ? ഓക്കെ. അപ്പോൾ ഒരാൾ ചോദിച്ചായിരുന്നു ടാറ്റ് എന്നായിരുന്നു. ടാറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ തീമാറ്റിക് അപ്പർട്ടിഷൻ ടെസ്റ്റ് കേട്ടോ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവാണ്. നോക്കിയേ, പഠനവേളയിൽ ടീച്ചർ ഓരോ കുട്ടിയുടെയും നിലവാരത്തിനനുസരിച്ചുള്ള സഹായങ്ങൾ മാർഗനിർദ്ദേശങ്ങൾ എന്നിവ നൽകുന്നതിനെ എന്ത് പേരിൽ വിശേഷിപ്പിക്കുന്നു? സഹായവും മാർഗനിർദ്ദേശവും നൽകുകയാണെങ്കിൽ അത് സഹായിക്കലാണോ, കൈത്താങ് നൽകലാണോ, പരുവപ്പെടുത്തലാണോ, പ്രബലനം നൽകലാണോ? ഏതാണ്? കൈത്താങ് നൽകൽ അല്ലേ. അതായത് നമ്മുടെ സ്കഫോൾഡിങ് എന്ന് പറയും കേട്ടോ. ഇംഗ്ലീഷിലും ഒക്കെ ചോദിക്കുന്ന ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് ചോദ്യമാണ് ഈ പറഞ്ഞ കൈത്താങ് നൽകൽ അഥവാ സ്കഫോൾഡിങ് എന്ന് പറഞ്ഞ ടൈം. എല്ലാവരും കറക്റ്റായിട്ട് പറഞ്ഞു ഏതായാലും വെരി ഗുഡ് കേട്ടോ. അതായത് സംഭവം ഇത്രയേ ഉള്ളൂ. ഉദ്ദേശിക്കുന്നത് എന്താണ്? നമ്മുടെ കുട്ടികളെ നമ്മൾ മുമ്പേ പറഞ്ഞ പോലെ തന്നെ ഈ കൈത്താങ് നൽകൽ ആരുടെ ടൈമാ? ആര് കണ്ടുപിടിച്ചതാ? സാമൂഹിക ജ്ഞാനവാദിയിലെ വിഗോസ്കി കണ്ടുപിടിച്ചു കേട്ടോ. കൈത്താങ് നൽകൽ വിഗോസ്കിയുടെ ടേംസ് ആണ്. അതുപോലെ തന്നെ ഉള്ളതാണ് നമ്മുടെ ZPD, CAL, PAL എന്ന് പറയുന്നത്. എന്താണ്? നമ്മുടെ ഒരു ചാർട്ട് നമ്മൾ വരച്ചെടുക്കുകയാണെങ്കിൽ നമ്മുടെ പിള്ളേർക്ക് ഈ ലൈൻ വരെ, അതായത് ഈ കാണുന്ന റെഡ് ലൈൻ വരെ നമുക്ക് എത്തിയുള്ളതെന്ന് വിചാരിക്കുക. നമ്മുടെ കൊച്ച് ഇവിടെയാണ് നിൽക്കുന്നത്. അപ്പോൾ ആ ക്ലാസ്സിൽ നല്ലൊരു അധ്യാപകൻ വന്നു. അധ്യാപകൻ അവൻ്റെ കൈയും പിടിച്ച് എങ്ങോട്ട് പോയി? മുൻപോട്ട് നടന്നു കയറി. അതായത് അവൻ്റെ പഠന നിലവാരം ഇവിടെ വരെ ഉയർത്തി. അങ്ങനെയാണെങ്കിൽ ഇവിടെ അവനൊരു CAL ഉണ്ടായിരുന്നു, അതായത് കറൻറ്റ് എബിലിറ്റി ലെവൽ ഉണ്ടായിരുന്നു. അവിടെ അവന് നിന്നുകൊണ്ട് അധ്യാപകൻ്റെ സഹായത്തോടെ എങ്ങോട്ട് ചെന്നു? അവൻ PALലേക്ക് ചെന്നു, അതായത് പൊട്ടൻഷ്യൽ എബിലിറ്റി ലെവലിലേക്ക് ചെന്നു. അപ്പോൾ ഇതിൻ്റെ നടുക്കുള്ള ഈ സൈഡിനും അല്ലെങ്കിൽ ഈ പറഞ്ഞ ഏരിയയ്ക്ക് പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത്? കൈത്താങ് നൽകൽ അഥവാ മറ്റൊരു പേര് ZPD, സോൺ ഓഫ് പ്രോക്സിമൽ ഡെവലപ്മെൻറ്റ് എന്ന് പറയും. കേട്ടില്ല വാക്ക്? ഇതിൻ്റെ നടുക്കുള്ള ഒരു ടേമിന് പറയുന്ന പേരാണ് ZPD. അതായത് CALനും PALൻ്റെയും ഇടയ്ക്കുള്ള വാക്കാണ് ZPD ഉണ്ടാകണമെങ്കിൽ അവിടെ ഒരു കൈത്താങ് നൽകണം, അല്ലെങ്കിൽ ഒരു സ്കഫോൾഡിങ് നൽകണം കേട്ടോ. വയ്യാതെ അല്ലെങ്കിൽ പഠിക്കാതെ പിന്നോക്കം നിൽക്കുന്നൊക്കെ കുട്ടികളെ ഉണ്ടെങ്കിൽ അവരെ നമ്മൾ കൈത്താങ് നൽകി കയറ്റിക്കൊണ്ട് വരണം. എല്ലാ കുട്ടികളെയും നമ്മൾ എന്താണ് ഈ പറഞ്ഞ പോലെ കൈത്താങ്ങാണ് നൽകിക്കൊണ്ട് വരും. അപ്പം ഇവരെ നമ്മൾ സഹായിക്കുക, മാർഗദർശനം നൽകുക എന്നിവ എന്താണ് കൈത്താങ് നൽകാൻ ഉദ്ദേശിക്കുന്നത്. സഹായിക്കൽ അറിയാലോ, ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് ഹെൽപ്പിംഗ്. നമ്മൾ ഇതിനെ പഠിക്കാനൊക്കെ പറയുക, അതുപോലെ തന്നെ ചെയ്യിക്കാനൊക്കെ സഹായിക്കുക, അതാണ് സഹായിക്കൽ എന്ന് പറഞ്ഞാൽ. പരുവപ്പെടുത്തൽ നമ്മൾ മയക്കിയെടുക്കുക. നമ്മൾ ഓരോ എന്താണ്
ചെറിയ 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 സമ്മാനങ്ങളും അതുപോലെ തന്നെ ചെറിയ 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 എന്നാ പറയുന്നത് നമ്മുടെ പ്രബലനങ്ങളും ഒക്കെ നൽകിക്കൊണ്ട് നമ്മൾ ഒരു പരുവപ്പെടുത്തിയെടുക്കുക. നമ്മൾ മേക്കിംഗ് ദമ്മെ നമ്മൾ എന്നാ പറയുക, നമ്മളൊന്ന് പോളിഷ് ചെയ്തെടുക്കുക നമ്മൾ പറയത്തില്ല കോമൺ ആയിട്ട്, അതാണ് ഈ പരുവപ്പെടുത്തിയെടുക്കുന്നത്. പിന്നെ പ്രബലനം നൽകുക, നോക്കേണ്ട ഒരു പോയിന്റാണ്. പ്രബലനം ആരുടെ വാക്കാണ്? പ്രബലനം റീഇൻഫോഴ്സ്മെന്റ് ഇംഗ്ലീഷ് പറയും. ആരുടെ വാക്കാണ്? ആരുടെ വാക്കാ? ആരുടെ വാക്കാ? പ്രബലനം. പ്രബലനം ആരാ? കേട്ടില്ല, ആരായിരുന്നു? BF സ്കിന്നർ കേട്ടോ. സ്കിന്നറുടെ എന്താണ് ടേംസ് ആണ് ഈ പ്രബലനം അഥവാ റീഇൻഫോഴ്സ്മെന്റ് എന്ന് പറയുന്നത്. അതായത് സ്കിന്നർ പറഞ്ഞതാണ് നമ്മുടെ വ്യവഹാരവാദിക്കാതുള്ളൊരു ആളല്ലേ സ്കിന്നർ. അതായത് നമ്മുടെ പപ്പ, വായേ, പൂത്ത അല്ലേ, SRS എന്ന് നമ്മൾ പഠിച്ചായിരുന്നു അല്ലേ. SRS പഠിച്ച, അതായത് പാവ്ലോവിൻ്റെ പട്ടി, വാട്സൻ്റെ എലി, തോണ്ടേക്കിൻ്റെ പൂച്ച, അതുപോലെ തന്നെ സ്കിന്നർ ആണെങ്കിൽ RS ബന്ധം. സ്കിന്നറാണ് ഈ പറഞ്ഞ റീഇൻഫോഴ്സ്മെൻറ്റ് കൊണ്ടുവന്നത്, അല്ലെങ്കിൽ റെസ്പോൺസ് സ്റ്റിമുലസ് ബന്ധം കൊണ്ടുവന്നത്. അതിലെ വ്യവഹാരവാദിക്കകത്തുള്ള സ്കിന്നർ പറഞ്ഞാണ് കുട്ടികൾക്ക് നമ്മൾ എന്ത് നടക്കണം? പ്രബലനങ്ങൾ കൊടുക്കണം. അത് 2 തരത്തിൽ കൊടുക്കാം. ഒന്ന് ധനപ്രബലനമായിട്ടും 2 ദിനപ്രബലനമായിട്ടും അല്ലേ, ഋണപ്രബലനമായിട്ടും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റും. പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അഥവാ ധനപ്രബലനം എന്ന് പറഞ്ഞാൽ കൊടുക്കുന്ന 2 വ്യക്തികൾക്കും സന്തോഷം ഉണ്ടായിരിക്കണം. അതായത് ഇപ്പോൾ ഞാനൊരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എന്താണ്, നമ്മുടെ ഒരു കമ്പനി ലാഭത്തിലായതുകൊണ്ട് തന്നെ മാനേജർ തീരുമാനിച്ചു കമ്പനിയിലുള്ള എല്ലാ വ്യക്തികൾക്കും ഒരു ഇൻറ്റൻസീവ് പോലെ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ആ ഒരു മാസത്തെ സാലറി കൂട്ടി കൊടുത്തേക്കാം. അപ്പോൾ കമ്പനി ലാഭത്തിലായതുകൊണ്ട് മാനേജറും അതുപോലെ തന്നെ അതിൻ്റെ പുറകിൽ പ്രവർത്തിച്ച എന്താണ് ഫാക്കൽറ്റീസ് എല്ലാം ഹാപ്പി, അതുപോലെ തന്നെ അതിൻ്റെ കൂടെ വർക്ക് ചെയ്ത ജോലിക്കാരും ഹാപ്പി, സാലറി കൂടി കിട്ടിയുണ്ട്. അപ്പം അവിടെ ഒരു ധനപ്രബലനം കൊടുത്തു. അതായത് നമ്മൾ ഉടനെ തന്നെ ആശ്വാസമായ ഒരു പ്രതികരണത്തിന് നമ്മൾ ചോദകം നൽകുന്ന പ്രവർത്തനത്തിൽ പറഞ്ഞ പേരാണ് ധനപ്രബലനം. ഇനി ഋണപ്രബലനം എന്ന് വെച്ചാൽ എന്താണ്? നമ്മൾ ഓർക്കും നെഗറ്റീവാണെന്ന് ഓർക്കും, പക്ഷേ നെഗറ്റീവ് അല്ലത്. എന്താണ്, ഒരു കാര്യം പോസിറ്റീവ് ആയിരിക്കണം, ഒരു കാര്യം നെഗറ്റീവ് ആയിരിക്കണം. അതായത് ഇപ്പോൾ ഞാൻ പറയുകയാണ്, ക്ലാസ്സിലെ നാളെ പരീക്ഷയ്ക്ക് അധ്യാപകൻ ക്ലാസ്സിൽ പറയുകയാണ്, നാളെ നിങ്ങളെ എന്താണ് PT പീരീഡ് പുറത്തിറക്കണമെങ്കിൽ, അല്ലെങ്കിൽ നാളെ നിങ്ങളെ നമ്മുടെ ഡ്രില്ലിന് നിങ്ങളെ പുറത്തിറക്കണമെങ്കിൽ ക്ലാസ്സിലെല്ലാവരും ഇന്ന് നടത്തുന്ന പരീക്ഷയ്ക്ക് ഫുൾ മാർക്ക് വാങ്ങിക്കണം. അപ്പോൾ ഫുള്ള് മാർക്ക് വാങ്ങിക്കാൻ പറ്റാത്ത കുട്ടികൾക്ക് പുറത്ത് പോകാൻ പറ്റുകയില്ല. അവിടെ ഒരു നെഗറ്റീവ് തിങ്കിങ് വന്നു. അപ്പോൾ അതെന്താണ്? ഇറ്റ്സ് എ ടൈപ്പ് ഓഫ് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ്, അഥവാ ഇത് ഒരു ഋണപ്രബലനമാണ് അവിടെ വന്നത്. പിന്നെയുള്ള 2 ടൈംസ് അദ്ദേഹം പറഞ്ഞാണ് സമ്മാനവും ശിക്ഷയും. അതായത് എന്തെങ്കിലും ബാഹ്യ മോഡികളാൽ നമ്മളൊരാൾ എന്താണ് അതിൽ വീഴുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സമ്മാനം. പിന്നെ നമ്മൾ ശിക്ഷ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരാളിൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയിൽ വേദനാജനകമായ അനുഭവങ്ങൾ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്ന പറയുന്ന പേരാണ് ശിക്ഷ. സോ ഈ വാക്കുകളെല്ലാം ഓർത്തിരിക്കണം, ഇമ്പോർട്ടൻ്റ് ആണ്. അടുത്തത് മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പോയിന്റ് ഉണ്ട്. പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ഏത് മനഃശാസ്ത്രത്തിൻ്റെ സിദ്ധാന്തം അനുസരിച്ചാണ് രൂപീകരിച്ചിട്ടുള്ളത്? ആരാണ്? വൈഗോസ്കി ആണോ, പിയാഷെ ആണോ, ബ്രൂണർ ആണോ, പാവ്ലോവ് ആണോ? പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ് ആരുടെയാണ്? അതായത് വിഗോസ്കിയുടെയാണ്. ഇനി എന്താണ് പ്രതിക്രിയ അധ്യാപനം അതറിയാവോ? എന്ന് പറഞ്ഞു. എന്താണ് പ്രതിക്രിയ അധ്യാപനം അതറിയാവോ? അതായത് നമ്മൾ കുട്ടികളിൽ ശരിയായിട്ടുള്ള ഡെഫിനിഷൻ ആണ്. കുട്ടികളിൽ എന്തായിരുന്നു വായന, അല്ലെങ്കിൽ എന്താണ് നമ്മുടെ കുട്ടികളിലുണ്ടാകുന്ന വായനാ ബുദ്ധിമുട്ടുകളൊക്കെ പരിഹരിക്കാനായിട്ട് നമ്മൾ കടമെടുത്ത എന്താണ് അല്ലെങ്കിൽ നമ്മൾ പറഞ്ഞ ഒരു ടേമാണ് ഈ പറഞ്ഞ റെസിപ്രോക്കൽ ടീച്ചിങ് എന്ന് പറയുന്നത്. അതായത് നമ്മുടെ വിഗോസ്കിയുടെ ആശയങ്ങളെ വെച്ചുകൊണ്ട് നമ്മൾ പറയുന്നതാണ് റെസിപ്രോക്കൽ ടീച്ചിങ്. കുട്ടികളുണ്ടാകുന്ന വായന സംബന്ധമായിട്ടുള്ള കാര്യങ്ങളെ നമ്മൾ കണ്ടെത്തിക്കൊണ്ട് അതിനു വേണ്ട പരിഹാര ബോധനങ്ങൾ നമ്മൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കേട്ടോ. നമ്മുടെ ഈ പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൻ്റെ അകത്ത് അവസാനം ഉണ്ട്, എടുത്ത് കാണിച്ചു തരാം. ഇവിടെ ലെക്ചർ കഴിഞ്ഞിട്ടാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കുട്ടികളുണ്ടാകുന്ന, അതും ചോദിച്ചിട്ടുണ്ട്. കുട്ടികളുണ്ടാകുന്ന വായന ബന്ധപ്പെട്ട കാര്യങ്ങളെയൊക്കെ നമ്മൾ മാറ്റുവാനായിട്ട് നമ്മൾ ചെയ്യുന്ന രീതിക്ക് പറയുന്ന പേരാണ് റെസിപ്രോക്കൽ ടീച്ചിങ് കേട്ടോ. ഇവിടെ ഉണ്ട്, ഇതിൻ്റെ അവസാനമായിട്ടുണ്ട് റെസിപ്രോക്കൽ ടീച്ചിങ് സഹവർത്തിത്വം പ്രതിക്രിയ അധ്യാപനം കേട്ടോ. എന്താണ് കുട്ടികൾക്കുണ്ടാവുന്ന വായനാ പരിശീലനം കേട്ടോ. കുട്ടികളുണ്ടാകുന്ന വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി വിഗോസ്കിയുടെ ആശയങ്ങളെ എന്ത് ചെയ്തു? ആശയങ്ങളുടെ പിൻബലത്തോടെ രൂപീകരിച്ച രീതിയാണ് പ്രതിക്രിയ അധ്യാപനം അഥവാ റെസിപ്രോക്കൽ ടീച്ചിങ്. ഇത് ഇതര വിഷയങ്ങളുടെയും ഫലപ്രദമാണെന്ന് അദ്ദേഹം അല്ലെങ്കിൽ അവർ അഭിപ്രായപ്പെടുന്നുണ്ട്. അതിന് 4 സ്റ്റെപ്പുകളുണ്ട്. എന്താണ്? 1 ചോദ്യം ചോദിക്കുക, 2 സംഗ്രഹിക്കുക, 3 വിശദീകരിക്കുക, 4 പ്രവചിക്കുക. ഇങ്ങനെ 4 സ്റ്റെപ്പിലൂടെയാണ് ഈ പറഞ്ഞ പ്രതിക്രിയ അധ്യാപനം കടന്നു പോകുന്നത്. ഒരു വട്ടം ചോദിച്ചതായിരുന്നു, കുട്ടികൾക്ക് വായനാ പരിശീലനം നൽകുന്നതിന് വേണ്ടി തയ്യാറാക്കിയ അല്ലെങ്കിൽ രൂപീകരിച്ച നമ്മുടെ രീതി ഏത് കേട്ടോ. അത് രീതി ഏതാണ്? നമ്മുടെ പ്രതിക്രിയ അധ്യാപനം കേട്ടോ. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. പ്രതിക്രിയ അധ്യാപനം നമ്മുടെ വിഗോസ്കി ഏതാണ് നമ്മൾ പഠിച്ചില്ലേ, ZPDയും CALലും PALലും ഒക്കെ ഈ സാധനം നമ്മൾ കാണിച്ചില്ലേ, അതിൻ്റെ കണ്ടുപിടിച്ച ആളാണ് ആര്? നമ്മുടെ വിഗോസ്കി കേട്ടോ. എത്തിച്ചേരാവുന്നതിലെയും നിലവിലുള്ളതിലെയും നമ്മളിപ്പോൾ കാണിച്ച കാര്യം തന്നെ കേട്ടോ. എന്നിട്ടുള്ള ടൈം ZPD എന്ന് പറയും. ഓക്കെ, അടുത്തതാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആണ്,
ചുവടെ കൊടുത്തിരിക്കുന്നതിൽ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? ഏതാണ് വൈകാരികം എന്ന് വെച്ചാൽ നമ്മുടെ ഇമോഷണൽ ബുദ്ധി എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് അല്ലേ, ഇമോഷണൽ ആയിട്ടുള്ള ഇൻ്റലിജൻസ് ഇല്ലാത്ത അങ്ങനെയുള്ള വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ്? ഒന്നാമത്തേത് സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയുന്നു. 2 സ്വന്തം വികാരങ്ങൾക്ക് അനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അടുത്തത് മറ്റുള്ളവരുമായി ആരോഗ്യമായ ബന്ധം സ്ഥാപിക്കുന്നു. അടുത്തത് മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുന്നു. ഏതാണ് വരേണ്ടത്? വൈകാരിക ബുദ്ധി വ്യക്തികൾക്ക് ഇല്ലാത്ത സവിശേഷത ഏതാണ് വരേണ്ടത്? എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? ബി ആണ് കേട്ടോ. മറ്റുള്ളവരുടെ വികാരങ്ങൾക്കനുസരിച്ച് മാത്രം പ്രവർത്തിക്കുന്നു. അങ്ങനെ ഒരു അല്ലെങ്കിൽ അങ്ങനെ ഒരു നമ്മുടെ എന്താ പറയുന്നത് വൈകാരികമായിട്ടുള്ള ബുദ്ധിയുള്ള ഒരു ആൾ അങ്ങനെ ചെയ്യുമോ? സ്വന്തം താല്പര്യത്തിൽ അല്ലെങ്കിൽ സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് മാത്രം ചെയ്യുമോ? ചെയ്യുമോ? ഇല്ല അല്ലേ. അതായത് മറ്റുള്ളവരുടെ ആശയങ്ങളെ അല്ലേ മനസ്സിലാക്കാനും അവരുടെ സന്തോഷങ്ങളെയും സങ്കടങ്ങളെയും ഒക്കെ തൻ്റേതായിട്ട് ഉൾക്കൊള്ളുവാനും അവരുടെ വികാരങ്ങളെ സ്വന്തം വികാരം പോലെ കാണുവാനും കഴിവുള്ള വ്യക്തികളാണ് നമ്മുടെ ആരെന്ന് പറയുന്നത് നമ്മുടെ വൈകാരിക ബുദ്ധിയുള്ള വ്യക്തികളെന്ന് പറയുന്നത്. അവർക്ക് സ്വന്തം വികാരങ്ങൾ തിരിച്ചറിയാൻ പറ്റും, അതുപോലെ മറ്റുള്ളവരുമായിട്ട് ആരോഗ്യകരമായ ബന്ധം സ്ഥാപിക്കാൻ പറ്റും, മറ്റുള്ള വികാരങ്ങളെ മനസ്സിലാക്കാൻ പറ്റും, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം അവരെ കൊണ്ട് പറ്റുന്നതാണ്. അപ്പം മറ്റുള്ളവരുടെ അവസ്ഥകൾ കാര്യങ്ങളെല്ലാം മനസ്സിലായിക്കൊണ്ട് പോകുന്ന ഒരാൾക്ക് ഈ പറഞ്ഞ വൈകാരിക ബുദ്ധി കാണും. അല്ലാതെ സ്വന്തം താല്പര്യം അല്ലേ ഞാൻ മാത്രം ജയിച്ചാൽ മതില്ലെങ്കിൽ സ്വന്തം കാര്യം സിന്താബ എന്ന് പറഞ്ഞൊരു വ്യക്തിക്ക് ഒരിക്കലും വൈകാരികമായിട്ടുള്ള ബുദ്ധി കാണുകയില്ല കേട്ടോ. അത് ഓർത്തിരിക്കണം, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ഇനി വൈകാരിക ബുദ്ധി ആരുടെ ടേംസ് ആണ്? ആരാണ് കണ്ടുപിടിച്ചത് വൈകാരിക ബുദ്ധി? കേട്ടോ, ഡാനിയൽ ഗോൾഡ്മാൻ കേട്ടോ. വൈകാരിക ബുദ്ധി ഡാനിയൽ ഗോൾഡ്മാൻ കേട്ടോ. ഇമോഷണൽ ഇൻ്റലിജൻസ് കണ്ടുപിടിച്ചത് ഡാനിയൽ ഗോൾഡ്മാൻ ആണെന്ന് ഓർത്തിരിക്കും കേട്ടോ. ഇമോഷണൽ ഇൻ്റലിജൻസ് അഥവാ നമ്മുടെ വൈകാരിക ബുദ്ധി കണ്ടുപിടിച്ചത് നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ കേട്ടോ. ഇനി വൈകാരിക ബുദ്ധി എന്ന ഗ്രന്ഥം രചിച്ചത് ആരാണെന്നറിയോ? വൈകാരിക ബുദ്ധി എന്ന് ഗ്രന്ഥം രചിച്ചത് അറിയാവോ? അത് നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ തന്നെ കേട്ടോ. വൈകാരിക ബുദ്ധി എന്ന് പറഞ്ഞാൽ ഗ്രന്ഥം രചിച്ചത് നമ്മുടെ ഡാനിയൽ ഗോൾഡ്മാൻ തന്നെയാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ആശയരൂപീകരണ പ്രക്രിയയുടെ ഏത് ഘട്ടത്തിലാണ് വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ ഓർക്കാനും അവയെപ്പറ്റി ചിന്തിക്കാനും കഴിയുന്നത്? ഏതിലാ? ആശയരൂപീകരണത്തിൻ്റെ ഏത് ഘട്ടത്തിലാണ് നമ്മുടെ കുട്ടികൾ അല്ലെങ്കിൽ നമ്മുടെ വ്യക്തികൾ ഒരു വസ്തുക്കളുടെ അഭാവത്തിൽ അവയെ ഓർക്കുവാനും അതുപോലെ തന്നെ ചിന്തിക്കുവാനും കഴിയുന്നത്? ഈ ആശയ രൂപീകരണം ആരെയാ അങ്ങനെ ആദ്യം ചിന്തിക്കുക? അതാരുടെ ഈ ആശയ രൂപീകരണത്വം ആരാ മുന്നോട്ട് കൊണ്ടുവന്നേ? മുന്നോട്ട് കൊണ്ടുവന്ന ആരാ? ആശയ രൂപീകരണട്ടം മറന്നുപോയോ? ആശയ രൂപീകരണ പ്രക്രിയ മാതൃക ആദ്യത്തെ അക്ഷരം ബായാണ്. പറഞ്ഞു. ബ്രൂണർ കേട്ടോ. അങ്ങനെ ഇട്ട് ഞാനിവിടെ സൈഡിൽ വന്നിരുന്ന് പറഞ്ഞു തരത്തില്ല കേട്ടോ. ആദ്യത്തെ അക്ഷരം ബായാണ് ചായാണെന്നൊന്നും ഞാൻ പറഞ്ഞു തരത്തില്ല കേട്ടോ. അതായത് ഓർത്തിരിക്കണം, ബ്രൂണർ ഫുൾ നെയിം എന്താണ്? നമ്മുടെ ജെറോമസ് ബ്രൂണർ കേട്ടോ. ജെറോമസ് ബ്രൂണറാണ് ആശയ രൂപീകരണ പ്രക്രിയ എന്ന് പറഞ്ഞ കാര്യങ്ങൾ. അതായത് ഒരു ആശയം നമ്മൾ കുട്ടികളിലേക്ക് കൊണ്ടുകൊടുക്കുമ്പോൾ 3 കാര്യങ്ങളോട് വേണം നമ്മൾ എന്ത് ചെയ്യാനായിട്ട് കുട്ടികൾക്ക് ആ ഒരു കാര്യം പറഞ്ഞു കൊടുക്കുവാൻ. അതായത് ആദ്യം നമ്മൾ പ്രവർത്തനത്തിലൂടെ പോകണം. അതായത് പ്രവർത്തന ഘട്ടം, ഒന്നാമത്തെ ഘട്ടം. അതായത് കുട്ടികളെ നമ്മൾ പ്രവർത്തനത്തിലൂടെ എൻഗേജ് ആക്കി പഠിപ്പിക്കാം. രണ്ടാമത്തേത് ബിംബന ഘട്ടം. ഇപ്പം ഞാൻ പറയുകയാണ്, ത്രികോണം എന്ന് പറഞ്ഞ ഷേപ്പ് നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ടോ? എല്ലാവർക്കും ആലോചിക്കാൻ പറ്റുന്നില്ലേ? ഇല്ലേ? എന്തൊക്കെയാണ് നമ്മൾ ത്രികോണം വരയ്ക്കുമ്പോൾ? ഇങ്ങനെ 3 സൈഡ് കാണും, 3 മൂലകൾ കാണും, 3 ആംഗിൾസ് കാണും. ഇതെല്ലാം നമുക്ക് ആലോചിക്കാൻ പറ്റുന്നുണ്ട് അല്ലേ? അടുത്തത് ചതുരം പറഞ്ഞാലോ നിങ്ങൾക്ക് ആലോചിക്കാൻ പറ്റത്തില്ലേ? 4 മൂലകൾ കാണും, ഇങ്ങനെ കാണും അല്ലേ? വട്ടം പറഞ്ഞാലോ അല്ലെങ്കിൽ സർക്കിൾ പറഞ്ഞാലോ ഇങ്ങനെ ഒരു വട്ടം നമുക്ക് സങ്കല്പിക്കാൻ പറ്റുന്നില്ലേ? ഇപ്പോൾ നമ്മളൊരു പാവ പറഞ്ഞാലോ സങ്കല്പിച്ചെടുക്കാൻ പറ്റുന്നില്ലേ? അല്ലേ? നമ്മളൊരു കാറ് പറഞ്ഞാലോ സങ്കല്പിക്കാൻ പറ്റുന്നില്ലേ? അപ്പോൾ ഇതൊക്കെ എന്താണ്? ഈ പറഞ്ഞ ബിംബങ്ങൾ, അല്ലെങ്കിൽ നമ്മൾ അയോണിക് ആയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ ഉപയോഗിക്കുന്നതാണ് ബിംബങ്ങൾ എന്ന് പറയുന്നത്. അതാണ് നമ്മൾ വസ്തുക്കളുടെ അഭാവത്തിൽ പോലും എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അവയെ ഓർക്കാനും അതുപോലെ തന്നെ ചിന്തിക്കാനും നമുക്ക് കഴിയും. അതേതാണ്? ബിംബന ഘട്ടം. ബിംബങ്ങൾ ഉപയോഗിച്ച് നമ്മൾ കാണിക്കുക. അടുത്താണ് പ്രതിരൂപാത്മക ഘട്ടം. ഇത് കുറച്ചുകൂടി ഉയർന്ന സ്റ്റേജാണ്. നമ്മൾ ചെറിയ ചെറിയ ചോദ്യങ്ങൾ ഉപയോഗിക്കുക, അതുപോലെ തന്നെ എന്താണ് ഈ പറഞ്ഞ ചെറിയ ചെറിയ അസസ്മെൻറ്റ്സ് നടക്കുക, വായിപ്പിക്കുക, എഴുതിപ്പിക്കുക, ഇതൊക്കെ വരുന്നതാണ് ഈ പറഞ്ഞ പ്രതിരൂപാത്മക ഘട്ടത്തിനകത്ത് വരുന്നത് കേട്ടോ. അപ്പോൾ ഈ 3 ഘട്ടങ്ങളിലൂടെ കടന്നു പോകണമെന്നാണ് ആര് പറഞ്ഞത്? നമ്മുടെ ജെറോമസ് ബ്രൂണർ പറഞ്ഞത്. അപ്പോൾ ഇവിടെ വസ്തുക്കളുടെ അഭാവത്തിലും അവയെപ്പറ്റി ഓർക്കാനും ചിന്തിക്കുവാനും കഴിയുന്നതാണ് നമ്മുടെ ബിംബന ഘട്ടം എന്ന് പറയുന്നത് കേട്ടോ. ബിംബന ഘട്ടത്തിനകത്ത് വരുന്നത് മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. ജെറോമസ് ബ്രൂണർ കണ്ടുപിടിച്ചത്. മിക്കപ്പോഴും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ജെറോമസ് ബ്രൂണറുടെ ആശയ രൂപീകരണ ഘട്ടത്തിലുള്ള ശരിയായ ക്രമമേത് ചോദിക്കുന്നതാണ്. അപ്പോൾ എന്തെഴുതണം? നമ്മുടെ പ്രവർത്തന ഘട്ടം, ബിംബന ഘട്ടം, പ്രതിരൂപാത്മക ഘട്ടം. 3 ഘട്ടങ്ങളേ ഉള്ളൂ. തിരിച്ചു മറിച്ച് എല്ലാ ഓപ്ഷനും ചോദിക്കും. അപ്പോൾ ഓർത്തിരിക്കണം, പ്രവർത്തനം, ബിംബനം,
പ്രതിരൂപാത്മകം. ഈ ഘട്ടത്തിലൂടെയാണ് നമ്മുടെ ജെറോം സ്പ്രൂണർ തൻ്റെ ആശയങ്ങളെ മുന്നോട്ട് വന്നത്. ഇനിയും താഴെ കൊടുത്തിരിക്കുന്ന കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം ഏത്? KCF അകത്തു നിന്നുള്ള ചോദ്യം എന്താണ്? നമ്മുടെ കേരള സ്കൂൾ പാഠ്യപദ്ധതി സമീപനം അധ്യാപക കേന്ദ്രീകൃതമാണോ, ഉൽപ്പന്നാധിഷ്ഠിതമാണോ, പ്രക്രിയാധിഷ്ഠിതമാണോ, ആവശ്യാനുസൃതമാണോ? എന്താണ്? പ്രക്രിയാധിഷ്ഠിതം അല്ലേ? പ്രോസസ് സ്കിൽസ് അല്ലെങ്കിൽ നമ്മുടെ എന്താണ് സ്കിൽസ് നമ്മൾ വളർത്തിയെടുക്കുക. അതായത് പ്രക്രിയാബന്ധിതം എന്ന് പറയുന്നത് നമ്മുടെ നിരീക്ഷണം വരും, പരീക്ഷണം വരും, അതുപോലെ തന്നെ താരതമ്യം വരും, തരംതിരിക്കൽ വരും, വർഗീകരണം വരും, നിഗമനത്തിലെത്തൽ വരും. ഇതെല്ലാം ഈ പറഞ്ഞ പ്രക്രിയാശേഷികൾ അല്ലേ? ഇങ്ങനെയാണ് നമ്മുടെ ടെക്സ്റ്റ് ബുക്കുകളെല്ലാം തയ്യാറാക്കുക. ഓർത്തിരിക്കണം, കേരള സ്കൂൾ പാഠ്യപദ്ധതി അഥവാ KCF മുൻപോട്ട് വെക്കുന്ന സമീപനം പ്രക്രിയാബന്ധിത സമീപനമാണ് മുൻപോട്ട് വെക്കുന്നത്. അതിൽ അധ്യാപക കേന്ദ്രീകൃതം അല്ലാതെ ഇപ്പോഴും നമ്മുടെ വ്യവഹാരവാദികളുണ്ടായിരുന്ന നമ്മുടെ 18, 19 നൂറ്റാണ്ടിലൊക്കെ നടന്നിരുന്ന കാര്യമാണ്. ഉൽപ്പന്നാധിഷ്ഠിതം എന്ന് വെച്ചാൽ നമ്മൾ ഉൽപ്പന്നങ്ങൾക്ക് അല്ലെങ്കിൽ പ്രൊഡക്ട്സിന് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുക. കുട്ടികളിൽ നിന്ന് വരുന്ന പ്രൊഡക്ട്സിന് മാത്രം നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെങ്കിൽ അത് ഉൽപ്പന്നാധിഷ്ഠിതം. നമ്മൾ TTC-ക്കൊക്കെ പഠിക്കുമ്പോൾ നമ്മൾ എന്നാത്തിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത്? മെയിൻലി കുറച്ച് നമ്മൾ വർക്ക് കൊണ്ട് സബ്മിറ്റ് ചെയ്യുന്നുണ്ട് അല്ലേ? അവിടെ നമ്മൾ ഉൽപ്പന്നാധിഷ്ഠിതം ശരിയായിട്ടുള്ള ഒരു എന്ത് കൊടുക്കുന്നുണ്ട്? വെയിറ്റേജ് കൊടുക്കുന്നുണ്ട്. അതായത് നമ്മുടെ ഉൽപ്പന്നങ്ങൾ എങ്ങനെയുണ്ടെന്ന് നോക്കണം, ഈ ഉൽപ്പന്നങ്ങൾ നല്ലതാണോ എന്ന് നോക്കണം, അതുപോലെ തന്നെ എന്താണ് ഈ ഉൽപ്പന്നങ്ങൾ ക്ലാസ്സിൽ കൊണ്ട് പോയാൽ അത് വർക്കൗട്ട് ആവണം നോക്കണം. അപ്പോൾ അവിടെ ഒരു ഉൽപ്പന്നാധിഷ്ഠിതമായിട്ട് ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ശരിയല്ലേ? കുത്തിയെന്നൊക്കെ എഴുതിയിട്ടില്ലേ TM ഒക്കെ? അത് നിങ്ങളൊരു എഴുതാവുന്നതാണോ? TM ഒന്നും എഴുതിയിട്ടില്ല ആരും? ഉറക്കളിച്ചിട്ട് എഴുതിയിട്ടില്ലേ? ഉറക്കമില്ലാത്ത രാത്രികൾ, TM ചാർട്ട്, അതുപോലെ തന്നെ ഈ പറഞ്ഞ പോലെ നമ്മുടെ എന്താണ് ടീച്ചിങ് ലേണിംഗ് മെറ്റീരിയൽ അല്ലേ ഒക്കെ ഉണ്ടാക്കാണ്ട് നമ്മൾ ഉറക്കളിച്ചിരുന്ന രാത്രികൾ അല്ലേ? അതൊക്കെ ഒരു ഉൽപ്പന്നങ്ങൾ നമ്മൾ ഉണ്ടാക്കണം, ഓരോ പ്രൊഡക്ട്സാണ് നമ്മൾ ഉണ്ടാക്കിക്കൊണ്ടിരുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് വരുന്നത് എന്താണ്? ഇപ്പോൾ ഉൽപ്പന്നാധിഷ്ഠിതം. ഇനി ആവശ്യാനുസൃതം, അതായത് ആവശ്യമുള്ളത് മാത്രം പഠിപ്പിക്കുക, അനാവശ്യമായിട്ടുള്ള കാര്യം നമ്മൾ പഠിപ്പിക്കാതിരിക്കുക. അത് നമ്മൾ ഈ പറഞ്ഞ എന്താ പറയുക, നമ്മുടെ കുട്ടികളുണ്ടാകുന്ന കഴിവുകൾ നമ്മൾ കണ്ടെത്തി അവർക്ക് എന്താണ് വേണ്ടതെന്ന് നമ്മൾ നോക്കുക, അതനുസരിച്ച് നമ്മൾ പഠിപ്പിക്കുകയാണ് ഈ പറഞ്ഞ ആവശ്യാനുസൃതം എന്ന് പറയുന്നത്. കുട്ടികളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് നമ്മൾ മാത്രം പഠിപ്പിക്കുന്നവരാണ് ആവശ്യാനുസൃതം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. മറന്നുപോലെ ഓർത്തിരിക്കണം കേട്ടോ. നമ്മുടെ ഇന്നത്തെ ക്ലാസ് റൂം എങ്ങനെയാണ്? പ്രക്രിയാബന്ധിതമാണ്, അതുപോലെ തന്നെ ശിശു കേന്ദ്രീകൃതമാണെന്ന് ഓർത്തിരിക്കണം. ഓക്കെ, അടുത്തത് 10 വയസ്സുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ട് ക്വസ്റ്റൻ കേട്ടോ. നമ്മുടെ സൈക്കോളജി ചോദിക്കാൻ പറ്റുന്നൊരു കണക്കാണ്. കണക്കിനെ പുറത്തിട്ട് കാര്യമില്ല, പഠിക്കണം. ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നല്ലൊരു ചോദ്യം വരും. എന്താണ്? 10 വയസ്സുള്ള ഒരു കുട്ടിയുടെ IQ 98 ആയാൽ മാനസിക വയസ്സ് എത്ര? ഇത് നമ്മുടെ കുട്ടിയുടെ വയസ്സ് 10 ആണ്, ആ കൊച്ചിൻ്റെ IQ വന്നിട്ടുണ്ട് 98. അങ്ങനെയാണെങ്കിൽ ആ കൊച്ചിൻ്റെ MA അല്ലെങ്കിൽ മാനസിക വയസ്സ് എത്രയാണെന്ന് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? ഇക്വേഷൻ ഉണ്ട്. എന്താണ് ഇക്വേഷൻ? ഇക്വേഷൻ അറിയോ? എന്താണ് ഇക്വേഷൻ? IQ ഈസ് ഈക്വൽ ടു എന്താണ്? IQ ഈസ് ഈക്വൽ ടു MA ബൈ CA ഇൻറ്റു 100. IQ എന്ന് വെച്ചാൽ ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ? IQ എന്ന് പറഞ്ഞാൽ ഇൻ്റലിജൻസ് കോൺസ്റ്റൻറ്റ് അല്ലേ? MA എന്ന് പറഞ്ഞാൽ മാനസിക വയസ്സ്, അതായത് കൊച്ചിന് മാനസികമായിട്ടുള്ളൊരു വയസ്സ് കാണും, അതാണ് മാനസിക വയസ്സ്. CA എന്ന് പറഞ്ഞാൽ കാലിക വയസ്സ്, കൊച്ചിൻ്റെ പ്രായം അനുസരിച്ചുള്ള വയസ്സിന് പറഞ്ഞ പേരാണ് കാലിക വയസ്സ് എന്ന് പറയുന്നത്. ഇൻറ്റു 100 ഒരു കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പെർസെൻറ്റേജ് കണ്ടുപിടിക്കാണ്ട് യൂസ് ചെയ്യുന്നില്ല, അതുകൊണ്ട് ഇൻറ്റു 100. അപ്പോൾ ഇവിടെ നോക്കി, ഇവിടെ എന്നൊക്കെ തന്നിട്ടുണ്ട് 10 വയസ്സാണ് കൊച്ചിന്. അപ്പോൾ ഇതിനകത്ത് MA ആണോ CA ആണോ IQ ആണോ 10? ഏതാണ് 10? ഏതാ തന്നിരിക്കുന്നത്? പറഞ്ഞു. MA ആണോ CA ആണോ IQ ആണോ 10 എന്ന് പറഞ്ഞത്? കണ്ടോ, 10 വയസ്സുള്ളൊരു കുട്ടി, അതായത് CA അല്ലെങ്കിൽ കാലികമായിട്ടുള്ള വയസ്സ് അല്ലെങ്കിൽ കറണ്ടായിട്ടുള്ള ഏജ്. കണ്ടോ, അങ്ങനെ വേണമെങ്കിലും കറണ്ട് ഏജ് എന്ന് വയ്ക്കാം. അപ്പം CA 10 തന്നു, അപ്പോൾ 10 ഇവിടെ ഇട്ടു. ഇനി എന്നെ എടുക്കണം, ഡാഷ് കൊടുക്കുക, ഈക്വൽ കൊടുക്കുക, ഇനി ഇൻറ്റു 100 കൊടുക്കുക. അടുത്ത് നോക്കി, MA ആണ് എന്ത് ചെയ്യേണ്ടത്? മാനസിക വയസ്സ് കണ്ടുപിടിക്കണം. അപ്പോൾ MA ഇവിടെ എഴുതി വെക്കണം. ഇനി IQ വന്നിട്ടുണ്ട് അല്ലേ? IQ എത്ര തന്നിരിക്കുന്നത്? IQ എത്രയാണ്? 98. ശരിയല്ലേ? IQ 98. ഇനി അവിടെ നമ്മൾ MA എങ്ങനെ കണ്ടുപിടിക്കും? MA നമ്മൾ തിരിച്ചിട്ടാൽ ഗുണിച്ചാൽ മതി. ശരിയല്ലേ? MA നമ്മൾ തിരിച്ചിട്ട് ഗുണിക്കണം. അതായത് നമ്മുടെ MA ഇപ്പുറേ വരുമ്പോൾ ഇക്വേഷൻ എങ്ങനെ മാറും? പറഞ്ഞേ, എങ്ങനെ മാറും ഇക്വേഷൻ? MA നമ്മൾ ഇപ്പുറമായിട്ട് കണ്ടുപിടിക്കണം. എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? എങ്ങനെ കണ്ടുപിടിക്കും? പറഞ്ഞോ. 98 പറ, എങ്ങനെ കണ്ടുപിടിക്കേണ്ടത്? മറന്നുപോയോ? 98 ഇൻറ്റു 98 ഇൻറ്റു 10/100 വരും. അപ്പോൾ എന്നെ വരും? 98 ഇൻറ്റു 10 980 വരും. ബൈ 100 വരും. എത്ര വരും? രണ്ടും വെട്ടിപ്പോയാൽ നമുക്ക് കിട്ടും 9.8 കിട്ടും കേട്ടോ. 9.8 നമുക്ക് കിട്ടും. മനസ്സിലായോ? ആ രീതിക്ക് നമ്മൾ MA ബൈ CA ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വെച്ച് നമ്മൾ കണ്ടുപിടിക്കണം. IQ ഈസ് ഈക്വൽ ടു MA ബൈ CA ഇൻറ്റു 100 എന്ന് പറഞ്ഞാൽ ഇക്വേഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം? നമ്മുടെ ഈ പറഞ്ഞ മാനസിക വയസ്സ് ചോദിക്കാം, കാലിക വയസ്സ് ചോദിക്കാം, അല്ലെങ്കിൽ കൊച്ചിൻ്റെ IQ ചോദിക്കാം, എങ്ങനെ വേണമെങ്കിലും ചോദിക്കാം കേട്ടോ. തിരിച്ചും മറിച്ചും ഒക്കെ ചോദിക്കാം. മറന്നു പോകരുത്, വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇത് ചോദിക്കും കേട്ടോ. ഇനിയും ഈ പറഞ്ഞ ബുദ്ധിമാനം അഥവാ നമ്മുടെ IQ എന്ന് പറഞ്ഞ ടേം ആദ്യമായിട്ട് കൊണ്ടുവന്ന ആരാ? അല്ലെങ്കിൽ ആദ്യമായിട്ട് പ്രയോഗിച്ചതാരാ? അതാരാ പ്രയോഗിച്ചത്?
ആരും പ്രയോഗിച്ചില്ലേ? ആദ്യത്തെ അക്ഷരം വായ. അല്ലല്ല 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 ആൽഫ്രഡ് ബീനെ അല്ല. എനിക്കറിയാം നിങ്ങളത് പറയുമെന്ന്. വില്യം സ്റ്റേൺ കേട്ടോ. ആദ്യമായിട്ട് പ്രയോഗിച്ചത് മറന്നുപോയാൽ, നമ്മുടെ ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ് കേട്ടോ. ഇത് ആദ്യം പ്രയോഗിച്ചതിന് ശേഷം എന്ത് ചെയ്യണം? നിർണ്ണയിക്കാൻ അവനെ കൊണ്ട് പറ്റിയില്ല. അവൻ പ്രയോഗിച്ചിട്ട് അവനങ്ങ് പോയി. അത് നിർണ്ണയിച്ച വ്യക്തിയാണ് ആര്? നമ്മുടെ ആൽഫ്രഡ് ബീൻ കേട്ടോ. അതായത് ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയത് ആരാണ്? ആൽഫ്രഡ് ബീൻ കേട്ടോ. രണ്ടും മറന്നുപോയാൽ രണ്ടും ചോദിക്കുന്നതാണ്. അതായത് നമ്മുടെ ഐക്യു അല്ലെങ്കിൽ നമ്മുടെ ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് പ്രയോഗിച്ചത് വില്യം സ്റ്റേൺ ആണ്. അവൻ പ്രയോഗിച്ചിട്ട് അവൻ്റെ വഴിക്ക് പോയി. പകരം മറ്റേ ആര് വന്നു? ആൽഫ്രഡ് ബീനെ വന്നിട്ടാണ് അതിനെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ശ്രമം ആദ്യമായിട്ട് നടത്തി കേട്ടോ. അത് നമ്മുടെ ആൽഫ്രഡ് ബീൻ കേട്ടോ. മറന്നുപോലെ തിരിഞ്ഞും പറഞ്ഞു പോകും. അതുകൊണ്ടാണ് ഒന്നുകൂടി എടുത്ത് പറഞ്ഞത്. രണ്ടും തിരിഞ്ഞും പറഞ്ഞു പോയത് കേട്ടോ. അപ്പോൾ ഈ പറഞ്ഞ IQ = MA/CA × 100 എന്ന് പറഞ്ഞാൽ ആ ഇക്വേഷൻ നിങ്ങൾ പഠിച്ചിരിക്കണം, മറന്നു പോകരുത്. പിന്നെ അതിൻ്റെ ആ റേഞ്ചില്ലേ, നമ്മുടെ പ്രതിപാദനങ്ങൾ, അതുപോലെ തന്നെ ആരാണ് നമ്മുടെ ശ്രേഷ്ഠബുദ്ധി, മന്ദബുദ്ധി, മൂഢബുദ്ധി എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പഠിച്ച ആ റേഞ്ച് ഉണ്ടല്ലോ, ആ റേഞ്ചും കൂടി നിങ്ങൾ ഓർത്തിരിക്കണം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പല ആവർത്തി ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ആ റേഞ്ചും നമുക്ക് അടിക്കാനായിട്ടുണ്ട്. അതായത് കണ്ടോ, 30-ന് താഴെയാണെങ്കിൽ ജഡബുദ്ധി ആയിരിക്കും, 30-നും 50-നും ഇടയ്ക്കാണെങ്കിൽ ക്ഷീണബുദ്ധി ആയിരിക്കും, 50-നും 70-നും ഇടയ്ക്കാണെങ്കിൽ മൂഢബുദ്ധി ആയിരിക്കും, 70-നും 85-നും ഇടയ്ക്കാണെങ്കിൽ മന്ദബുദ്ധി ആയിരിക്കും, 85-നും 110-നും ഇടയ്ക്കാണെങ്കിൽ ശരാശരി ബുദ്ധിയായിരിക്കും, 115-നും 130-നും ഇടയാണെങ്കിൽ ശ്രേഷ്ഠബുദ്ധി ആയിരിക്കും, 130 കൂടുതലാണെങ്കിൽ ദൃഢനാശാലി ആയിരിക്കും. ഇതാണ് അതിൻ്റെ ആ റേഞ്ച്. റേഞ്ചും മറന്നുപോലെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, പഠിക്കണം കേട്ടോ. മറന്നുപോലെ പഠിക്കണം, വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റിലേക്ക് പോവുകയാണെങ്കിൽ റേഞ്ചും ഓർത്തിരിക്കണം കേട്ടോ. ഈ റേഞ്ചുകൾ ഓർത്തിരിക്കണം. ഇവിടെയാണ് ഇക്വേഷൻ വരുന്നുണ്ടോ, IQ = MA/CA × 100 വെച്ച് കണ്ടുപിടിക്കുന്നത്. പിന്നെ ഉണ്ടോ, ബുദ്ധിമാനം എന്ന പദം ആദ്യമായിട്ട് ഉപയോഗിച്ച മനുഷ്യശാസ്ത്രജ്ഞൻ ആരാണ്? വില്യം സ്റ്റേൺ ഉണ്ടോ. വില്യം സ്റ്റേൺ ആണ് ആദ്യമായിട്ട് ഉപയോഗിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇവനെ പറയുന്നുണ്ടോ, ബുദ്ധിശക്തിയെ വസ്തുനിഷ്ഠമായി നിർണ്ണയിക്കാനുള്ള ആദ്യ ശ്രമം നടത്തിയ വ്യക്തിയാണ് ആൽഫ്രഡ് ബീൻ ഉണ്ടോ. രണ്ടും അതേപടി കിടപ്പുണ്ട്, ടെക്സ്റ്റ് ബുക്കിലുള്ളത് തന്നെയാണ്, മറന്നുപോലെ. വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ രണ്ടുപേരെയും തിരിച്ച് മറിച്ചൊക്കെ ചോദിക്കുന്നതാണ്. ഒബ്വിയസ്ലി നമുക്ക് തെറ്റുമെന്ന് അവർക്കറിയാം, അതുകൊണ്ട് തന്നെ പഠിക്കണം കേട്ടോ. അടുത്ത ദിവസം നോക്കിയേ, സങ്കലിത വിദ്യാഭ്യാസം അല്ലെങ്കിൽ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഭിന്നശേഷിക്കാരായ കുട്ടികൾക്ക് മറ്റു കുട്ടികളെ പോലെ തുല്യ അവസരങ്ങൾ ലഭിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി ആസൂത്രണം ചെയ്തിട്ടുള്ളതാണ്. സങ്കലിത വിദ്യാഭ്യാസം ഏത് സ്കൂളിലാണ് നടപ്പിലാക്കേണ്ടത്? ഏത് സ്കൂളിലാണ്? നമുക്ക് എല്ലാവർക്കും അറിയാം. എവിടെ തന്നെയാണ്? അന്ധവിദ്യാലയങ്ങളിലാണോ, സ്പെഷ്യൽ സ്കൂളുകളിലാണോ, ഓപ്പൺ സ്കൂളുകളിലാണോ, പൊതുവിദ്യാലയങ്ങളിലാണോ? എവിടെയാണ്? പൊതുവിദ്യാലയങ്ങളിൽ, നമ്മുടെ സാധാരണ സ്കൂളുകളിൽ തന്നെയാണത് നടത്തി വരേണ്ടത്. ഈ പാർട്ടിയിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും. സങ്കലിത വിദ്യാഭ്യാസം അഥവാ ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ ഒരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കാൻ പറ്റുന്നൊരു ചോദ്യം തന്നെയാണ്. അതിൽ നിന്ന് ഇനിയും ചോദിക്കാൻ പറ്റുന്ന ചോദ്യം എനിക്ക് തോന്നുന്നു, നമ്മുടെ ആക്ട് വന്നില്ലേ, PWD ആക്ട്. എന്താണ് PWD ആക്ട് എന്ന് പറയുന്നത്? എന്താണ് ഫുൾ ഫോം? എന്താണ് PWD ആക്ടിൻ്റെ ഫുൾ ഫോം? പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് കേട്ടോ. പേഴ്സൺ ഡിസബിലിറ്റി. ഏത് വർഷം വന്നു? ഏത് വർഷമാണ് വന്നത് PWD ആക്ട്? വന്ന വർഷം വന്ന വർഷം 1995 കേട്ടോ. 1995 PWD ആക്ട് വന്നത്. അതിൻ്റെ അകത്ത് എത്ര ആൾക്കാർ അല്ലെങ്കിൽ എത്ര വ്യക്തികളെ അതിൻ്റെ അകത്ത് നമ്മൾ ഉൾക്കൊള്ളിച്ചായിരുന്നു ഈ PWD ആക്ടിനകത്ത്? 7 പേര് കേട്ടോ. 7 പേരെയായിരുന്നു നമ്മൾ ഉൾക്കൊള്ളിച്ചത്. 7 പേരെയാണ് 1995 വന്ന പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് അല്ലെങ്കിൽ നമ്മുടെ നമ്മുടെ PWD ആക്ടിനകത്ത് നമ്മൾ കൊണ്ടുവന്നത്. അതിനുശേഷം ഈ റൂളിനെ ഒന്ന് പുതുക്കി RPWD ആക്ട് എന്നാക്കി. അതായത് റൈറ്റ് ഓഫ് പേഴ്സൺ വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് എന്ന് പറഞ്ഞ പേരിലേക്ക് ഇതിനെ മാറ്റി. അങ്ങനെ മാറ്റിക്കഴിഞ്ഞപ്പോൾ അത് ഏത് വർഷം വന്നു? 2016 കേട്ടോ. 2016 അത് പുറമേ വന്നത്. അക്കൂട്ടത്തിൽ അല്ലെങ്കിൽ 2016 ഇതിൻ്റെ കൂട്ടത്തിൽ 14 പേരെയും കൂടി ആഡാക്കി. മനസ്സിലായോ? 14 പേരും കൂടി ആഡാക്കി. ഇപ്പം ആകെ മൊത്തം 21 ഭിന്നശേഷിക്കാരായ നമ്മുടെ കൂട്ടരുണ്ട് നമ്മുടെ ഇടയിൽ കേട്ടോ. ഓർത്തിരിക്കണം. വേണമെങ്കിൽ ചോദിക്കാൻ പറ്റിയ ചോദ്യമാണ്, നമ്മുടെ RPWD ആക്ട് പ്രകാരം എത്ര വിഭാഗത്തിലുള്ള ഭിന്നശേഷിക്കാരാണ് നിലവിലുള്ളത്? എത്ര എണ്ണമുണ്ട്? 21 കേട്ടോ. അപ്പോൾ RPWD ആക്ട് വന്നത് 14 എണ്ണമാണ്. അതിനു മുമ്പുള്ള PWD ആക്ടിലുള്ള 7, ഇവിടെ RPWD ആക്ടിൽ 2016 വന്ന 14 കൂട്ടി ഇപ്പോൾ ആകെ മൊത്തം 21 കൂട്ടരാണ് ഭിന്നശേഷിക്കാരായിട്ട് ഇപ്പം നിലവിലുള്ളത് കേട്ടോ. ഇതിൽ നിന്നൊരു ചോദ്യം ഉറപ്പായിട്ടും ചോദിക്കും, നോക്കിയിട്ട് വേണം കേട്ടോ. വന്ന വർഷം, ഓരോന്നിൻ്റെ ഫുൾ ഫോം, എപ്പോൾ വന്നു, എങ്ങനെ വന്നു, ആരൊക്കെ ഉൾക്കൊള്ളുന്നു, ഇതൊക്കെ ഉറപ്പായിട്ടും ചോദിക്കുന്നതാണ്. നോക്കിയിട്ട് വേണം പോകുവാൻ. മനസ്സിലായോ? കിട്ടിയോ? ഓക്കെ. കിട്ടിയോ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കിയേ. ജില്ലാ ശാസ്ത്രമേളയിൽ ശ്രദ്ധിച്ച് വയ്ക്കണം കേട്ടോ. 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ മനു
സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. മനുവിൻ്റെ ഈ സ്വഭാവം എന്തിനെ സൂചിപ്പിക്കുന്നു? എന്താണ് വേണ്ടത്? ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെ, ആ പോയിന്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കണുണ്ടോ? മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കുകയാണ്. അങ്ങനെയാണെങ്കിൽ ഈ സ്വഭാവം എന്തിനെയാണ് സൂചിപ്പിക്കുന്നത്? ബാഹ്യ അഭിപ്രേരണയാണോ, ആന്തരിക അഭിപ്രേരണയാണോ, വർക്കിംഗ് മോഡലിനോടുള്ള താല്പര്യമാണോ, ശാസ്ത്ര വിഷയത്തോടുള്ള ഇഷ്ടമാണോ? എന്താണ് വരേണ്ടത്? ഏതാ ഒന്ന് പറഞ്ഞേ. ഇൻട്രൻസിക് ആണോ എക്സ്ട്രൻസിക് ആണോ ചോദിച്ചിരിക്കുന്നത്? നിങ്ങൾ ഒബ്വിയസ്ലി എയിലേക്ക് പോകുമെന്ന് എനിക്കറിയാമായിരുന്നു. അതുകൊണ്ട് തന്നെ എ അല്ല, ബി ആണ് ശരി. ബാഹ്യ അഭിപ്രേരണയാണ്. കാരണം എന്താണ്? കണ്ടോ, അതായത് ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടെയാണ്. അതായത് അവിടെ എടുത്തു പറയുന്നുണ്ടോ, 1ാം സ്ഥാനം അവന് വേണമെന്നൊരു ലക്ഷ്യം അവനുണ്ട്. അതാണെങ്കിൽ എന്താണ്? അത് ബാഹ്യമായിട്ട് കൊടുക്കുന്നതല്ലേ, പുറത്തുനിന്ന് ഒരാൾ കൊടുക്കുന്നതല്ലേ. അപ്പം അങ്ങനെ വരുമ്പോൾ എന്താണ്? അത് ബാഹ്യ അഭിപ്രായമാണ്, ഒരിക്കലും ആന്തരികമായിട്ടുള്ളതല്ല. പറഞ്ഞ് മനസ്സിലായോ? തെറ്റിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. ഒബ്വിയസ്ലി ഒരു കുഴപ്പമില്ല ചോദിക്കണം, നമ്മളെ മാർക്ക് കളയാന്നുള്ളതാണ് ഒരു ലക്ഷ്യം. അപ്പോൾ നമ്മൾ കണ്ടോ, ഈ സെൻറ്റൻസ് സൂക്ഷിച്ച് വായിച്ചു നോക്കണം. 1ാം സ്ഥാനം കണ്ടോ, ജില്ലാ ശാസ്ത്രമേളയിൽ 1ാം സ്ഥാനം അവന് നേടിയാൽ അവൻ എന്താണ്? നമ്മുടെ ഡിസ്ട്രിക്ട് നമ്മുടെ നമ്മുടെ സ്റ്റേറ്റ് ലെവലിലേക്ക് പോകാം, അല്ലെങ്കിൽ സംസ്ഥാന തലത്തിലേക്ക് പോകാം. അപ്പോൾ അങ്ങനെ ബാഹ്യമായിട്ടുള്ള മോഡികളാൽ അല്ലെങ്കിൽ ബാഹ്യമായിട്ടുള്ള അഭിപ്രായങ്ങളാൽ അവന് കുമിഞ്ഞുകൂടി നിൽക്കുന്നതുകൊണ്ടാണ് അവൻ ഈ പറഞ്ഞ എന്തുണ്ടത് കണ്ടോ എന്ന ലക്ഷ്യത്തോടെ മനു സയൻസ് വർക്കിംഗ് മോഡൽ നിർമ്മിക്കണം. അല്ലാതെ ആന്തരികമായിട്ട് ഉണ്ടാവുകയാണെങ്കിൽ ഇങ്ങനെ പറഞ്ഞാൽ ജില്ലാ ശാസ്ത്രമേളയിൽ മനു പങ്കെടുത്തു, സ്വയമേ പങ്കെടുക്കുകയാണ് അല്ലേ, അങ്ങനെ പറയുവാണെങ്കിൽ എന്ത് വന്നേനെ? നമ്മുടെ ആന്തരിക അഭിപ്രായം, സ്വയമേ അവൻ എന്താണ് പങ്കെടുക്കാം, കുഴപ്പമൊന്നുമില്ല. അങ്ങനെ വരുവാണെങ്കിൽ അത് ആന്തരിക അഭിപ്രായം. ഇത് നോക്കി, 1ാം സ്ഥാനം നേടുക എന്ന ലക്ഷ്യത്തോടു കൂടി വരുവാണെങ്കിൽ അത് ബാഹ്യ അഭിപ്രായമാണ്. സത്യം പറഞ്ഞാൽ നമ്മളെല്ലാം ചെയ്യുന്നത് ഒട്ടുമിക്ക കാര്യങ്ങളും ബാഹ്യ അഭിപ്രായങ്ങളുടെ പുറത്താണ്. ശരിയല്ലേ? നിങ്ങളിപ്പോൾ പഠിക്കാൻ അതിന് വേണ്ട പഠിക്കാൻ എന്തിനാ? ജോലി കിട്ടാനും അതുപോലെ തന്നെ ഒരു സർക്കാർ ജോലി കിട്ടാനും വേണ്ടല്ലേ അല്ലേ, അല്ലെങ്കിൽ ഇവിടെ ഡെയിലി ബേസിലും കയറാൻ വേണ്ടല്ലേ കിടന്ന് പഠിക്കുന്നത്. ശരിയല്ല? അത് ബാഹ്യ മോഡുകളാൽ നമ്മളെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടല്ലേ നമ്മൾ ഈ പഠിക്കുന്നത്, അല്ലേ? നിങ്ങൾ പഠിക്കുമോ? ഒന്ന് ആലോചിച്ച് നോക്കി. ഈ പറയുന്ന കാര്യം നമ്മൾ പഠിക്കുന്നതിന് വേണ്ട, നമ്മുടെ ബാഹ്യ കാര്യങ്ങൾ അല്ലെങ്കിൽ പുറത്ത് നമുക്ക് കിട്ടുന്ന കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നുണ്ട്. ശരിയല്ലേ? പഠിച്ച് നമ്മൾ സർവീസിൽ കയറിയാൽ 950 1025 രൂപ വെച്ച് നമുക്ക് ഡെയിലി ബേസിലാണെങ്കിലും കിട്ടും. അത് നിങ്ങളെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടല്ലേ നിങ്ങൾ പഠിക്കാനിരിക്കുന്നത്. ശരിയല്ലേ? ശരിയില്ലാത്തവരാണോ എല്ലാവരും? വിനീത ഹൃദയരാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വർക്ക് ചെയ്യുമ്പോൾ ഞാൻ എൻ്റെ അക്കൗണ്ട് നമ്പർ വന്നേക്കാം കേട്ടോ. ഓക്കെ, അങ്ങനെ വരുമ്പോൾ ഓർത്തിരിക്കണം കേട്ടോ, അത് ബാഹ്യ കാര്യങ്ങളാലാണ് നമ്മൾ മോട്ടിവേറ്റ് ആകുന്നത്, അല്ലാതെ നമ്മൾ ആന്തരികമായിട്ട് വന്നതൊന്നുമല്ല. ആന്തരികമായിട്ടാണെങ്കിൽ നമ്മൾ സിൻസിയറായിട്ട് പഠിച്ചാൽ മാത്രം മതി, ആന്തരികമായിട്ടാണ് അത് കിട്ടിപ്പോവും. പക്ഷേ ബാഹ്യമാണെങ്കിൽ നമ്മൾ ഈ പറഞ്ഞതിൻ്റെ പുറകെ നമ്മൾ പോകുമ്പം നമുക്ക് കുറച്ചുകൂടി ഇത് കിട്ടിക്കഴിഞ്ഞാൽ അതൊക്കെ ചെയ്യണം, ഇങ്ങനെയൊക്കെ പ്ലാൻ ചെയ്യുന്നില്ലേ നമ്മളെല്ലാം? നിങ്ങൾ പ്ലാൻ ചെയ്യുന്നില്ലേ? അതോ പ്ലാനിങ് ഒന്നും ഇല്ലേ? ചുമ്മാ ഇരിക്കണം, അത് കിട്ടിക്കഴിഞ്ഞാൽ കിട്ടി പോയാൽ പോയി എന്ന് പറഞ്ഞ രീതിയിൽ ആരും ചിന്തിക്കുന്നുണ്ടോ? ആന്തരികമായിട്ട് ആരെങ്കിലും ചെയ്യുന്നുണ്ടോ? ഇല്ല. നമ്മൾ ചെയ്യുന്ന മിക്ക കാര്യങ്ങളും പുറത്ത് പറയാൻ പഠിക്കുന്ന അല്ലേ, സ്വയമേ ഒന്ന് വിചിന്തനം ചെയ്താൽ മതി. നമുക്ക് മനസ്സിലാവും ചെയ്യുന്ന മിക്ക കാര്യങ്ങൾ എന്താണ് ബാഹ്യ മോഡികളെ നമ്മൾ ഇതായി പോകുന്നതാണ്. ആന്തരികമായിട്ടുള്ള അഭിപ്രായം അവിടെ ഉണ്ടാവുന്നില്ല. ആന്തരികമായിട്ടാണെങ്കിൽ തിരിച്ചു വെച്ചാൽ കേട്ടോ. പിന്നെ ഈ പറഞ്ഞ ഇൻട്രൻസിക് മോട്ടിവേഷൻ എക്സ്ട്രീം മോട്ടിവേഷൻ തിരിഞ്ഞും മറിഞ്ഞും പോകുന്നതാണ്. ഓർത്തിരിക്കണം, ഇതുപോലുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കും കേട്ടോ. ഈ ബാഹ്യ അഭിപ്രായമൊക്കെ ഉണ്ടാവേണ്ട ചില കാര്യങ്ങളുണ്ട്. അംഗീകാരവും പാരിതോഷികവും പ്രശംസയും ഒക്കെ നമ്മുടെ ബാഹ്യ അഭിപ്രായനെ സ്വാധീനിക്കുന്ന ഘടകങ്ങൾ കേട്ടോ. അതായത് നമ്മുടെ പ്രശംസയാകാം, അല്ലെങ്കിൽ ഒരു അംഗീകാരമാകാം, അല്ലെങ്കിൽ ഒരു ചെറിയൊരു മുട്ടായി ആണെങ്കിലും മതി. ഈ പറഞ്ഞ ബാഹ്യ അഭിപ്രായണയിൽ നമ്മുടെ വീണ് പോകുന്ന കാര്യങ്ങൾ കേട്ടോ. അത് ഓർത്തിരിക്കണം, മറന്നു പോകരുത് കേട്ടോ. ഇനി ഒരാൾക്ക് സ്വയമേ ഉണ്ടാകുന്നതാണ് ഈ പറഞ്ഞ പറഞ്ഞത് ആന്തരിക അഭിപ്രായം. സ്വയമേ ഞാൻ നന്നാവണം. ഇപ്പം പറയാണ് നമ്മുടെ ലഹരി വസ്തുക്കളുടെ ചോദിക്കാൻ പറ്റുന്ന ചോദ്യം. ലഹരി വസ്തുക്കളുടെ അമിതമായ ഉപയോഗം ചെയ്യുന്ന രാമൻ ലഹരി വസ്തുക്കൾ ഉപേക്ഷിക്കാൻ തീരുമാനിച്ചു. അങ്ങനെയാണെങ്കിൽ അത് എന്ത് വന്നേനെ? ആന്തരിക അഭിപ്രായം വന്നേ. ശരിയല്ലേ? അതായത് സ്വയമേ തെറ്റുകൾ മനസ്സിലാക്കി അവൻ അതിൽ നിന്ന് വിട വാങ്ങുവാണെങ്കിൽ, അല്ലെങ്കിൽ അതിനോട് അവൻ ബൈ പറയുവാണെങ്കിൽ അവിടെ എന്താ വന്നത്? ആന്തരിക അഭിപ്രായമാണ്. അപ്പോൾ ക്വസ്റ്റ്യൻ തമ്മിലുള്ള വൈരുദ്ധ്യം നിങ്ങൾ മനസ്സിലാക്കണം, അതിനകത്ത് ഒളിഞ്ഞു കിടക്കുന്ന ട്രിക്കുകൾ മനസ്സിലാക്കണം. അങ്ങനെ വേണം പോകാൻ കേട്ടോ. ഒബ്വിയസ്ലി എയിലേക്ക് നിങ്ങൾ പോകുന്നത് എനിക്കും അറിയായിരുന്നു കേട്ടോ. അപ്പം ഓർത്തിരിക്കണം, അതിന് ഉത്തരം വരേണ്ടത് ബാഹ്യ അഭിപ്രായം കേട്ടോ. പുറമേ ഒരു കാര്യം നമ്മളെ സന്തോഷിപ്പിക്കുന്നതുകൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? അവന് 1ാം സ്ഥാനം കിട്ടിയ അത് ലക്ഷ്യമാണ് അവൻ്റെ. അപ്പോൾ അവർ വരുമ്പോൾ അവന് പ്രശംസകൾ വരും, അതുപോലെ തന്നെ ഒരുപാട് പേര് തന്നെ വിളിക്കും, ഒരു അംഗീകാരമാകും, പ്രശംസകൾ വരും അല്ലേ, അതുപോലെ തന്നെ പാരിതോഷികങ്ങളൊക്കെ കിട്ടിത്തുടങ്ങും. അങ്ങനെ വരുമ്പോൾ അതൊക്കെ അവനെ സന്തോഷിപ്പിക്കുന്നതാണ്, അവന് ബാഹ്യ അഭിപ്രായമായിട്ട് വരുന്നത് കേട്ടോ. ഓർത്തിരിക്കണം, മറന്നുപോലെ. അടുത്തത്, കുട്ടികളിൽ വ്യക്തി വ്യത്യാസങ്ങൾ പരിഗണിക്കുന്ന ഒരു അധ്യാപിക താഴെ കൊടുത്തിരിക്കുന്നവയിൽ എന്താണ് തിരഞ്ഞെടുക്കുക? ഒരു പെഡഗോഗിക് ക്വസ്റ്റ്യൻ ആണ്. കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ നമ്മൾ പരിഗണിക്കുകയാണെങ്കിൽ താഴെ കൊടുത്തിരിക്കുന്നത് എന്താണ് നമ്മൾ തിരഞ്ഞെടുക്കുക? കുട്ടികളെ സ്വയം പഠനത്തിന് നമ്മൾ പ്രേരിപ്പിക്കുന്നു, ഇടയ്ക്കിടെ പരീക്ഷകൾ നടത്തുന്നു,
വൈവിധ്യമാർന്ന ബോധന രീതികൾ അവലംബിക്കുന്നു. ക്ലാസ് PTA രോഗങ്ങൾ ഇടയ്ക്കിടയ്ക്ക് വിളിക്കുന്നു. എന്താണ് ചെയ്യേണ്ടത്? കുട്ടികളുടെ വ്യക്തി വ്യത്യാസങ്ങൾ മനസ്സിലാക്കണം. അതായത് കുട്ടികളുടെ ഇൻഡിവിജ്വൽ ആയിട്ടുള്ള ഡിഫറൻസ് നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് അവരെ നമ്മൾ ചെയ്യിപ്പിക്കുകയാണെങ്കിൽ എന്താണ്, വൈവിധ്യമാർന്ന ബോധന രീതികൾ നമ്മൾ അവലംബിക്കണം. എന്താണ് ബോധന രീതികൾ? അറിയാമല്ലോ. നമ്മുടെ ബോധന രീതികൾ എന്ന് പറഞ്ഞാൽ ബോധന രീതികൾ എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് ബോധന രീതി എന്ന് വെച്ചാൽ കളികളാകാം, പാട്ടാകാം, നമ്മൾ കൊടുക്കുന്ന ചാർട്ടാകാം, വർക്കാകാം, ബോർഡിൽ എഴുതുന്നതാകാം, കഥ പറയുന്നതാകാം, കവിത ചൊല്ലിക്കുന്നതാകാം, ഇതെല്ലാം ബോധന രീതികളാണ്. അപ്പോൾ ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള ബോധന രീതികൾ അവലംബിച്ചാൽ അവിടെ വ്യക്തി വ്യത്യാസങ്ങൾ നമ്മൾ പരിഗണിച്ചുകൊണ്ട് എല്ലാവർക്കും ആപ്റ്റാകുന്ന രീതിയിലും എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ നമുക്കത് കൊണ്ടുപോകാൻ പറ്റും. അപ്പോൾ അവിടെ എന്താണ് ചെയ്യേണ്ടത്? വൈവിധ്യമാർന്ന ബോധന രീതികൾ നമ്മൾ അവലംബിച്ച് പോവുകയാണ് ചെയ്യുന്നത്. മറന്നുപോലെ കേട്ടോ. ഇനിയും വ്യക്തി വ്യത്യാസത്തിന് കാരണമാകുന്ന ഘടകങ്ങൾ എന്നൊക്കെയാണ് അതറിയാവോ? ഒരു വ്യക്തിയെ വ്യത്യസ്തമാക്കുന്ന കാരണങ്ങൾ അല്ലെങ്കിൽ ഘടകങ്ങൾ എന്തൊക്കെയാണ്? 4-5 കാര്യങ്ങളുള്ളൂ. ഒന്ന് ബുദ്ധിശക്തി, വ്യക്തി വ്യത്യാസങ്ങൾ ഉണ്ടാക്കുന്നത് അല്ലേ. എൻ്റെ ബുദ്ധി പോലെയാണ് നിങ്ങളുടെ ബുദ്ധി, നിങ്ങളുടെ ബുദ്ധി പോലെയാണ് എൻ്റെ ബുദ്ധി, നമ്മുടെ ബുദ്ധി പോലെയാണ് മറ്റൊരാളുടെ ബുദ്ധി അല്ല. അപ്പോൾ ബുദ്ധിശക്തി ഒരു വ്യക്തിനെ മാറ്റുന്നുണ്ട്. അതുപോലെ തന്നെ അഭിരുചി, അല്ലെങ്കിൽ എൻ്റെ താല്പര്യം അല്ലെങ്കിൽ എൻ്റെ ആപ്റ്റിറ്റ്യൂഡിനനുസരിച്ചാണ് നിങ്ങളുടെ ആപ്റ്റിറ്റ്യൂഡ് അല്ല, നിങ്ങളുടെ പോലെയാണ് എൻ്റെ അല്ല. അപ്പോൾ അതും വ്യക്തികളെ വ്യത്യസ്തമാക്കുന്നുണ്ട്. പിന്നെയുള്ള സർഗ്ഗപരത, ക്രിയേറ്റിവിറ്റി, പിന്നെയുള്ളത് താല്പര്യം അല്ലേ, ഇൻട്രസ്റ്റ്, പിന്നെയുള്ളത് മനോഭാവം അല്ലെങ്കിൽ മെൻറ്റാലിറ്റി എന്നൊക്കെ പറയും. അപ്പോൾ ഓർത്തിരിക്കണം, ഇതെല്ലാം വ്യക്തികളെ വ്യത്യസ്തനാക്കുന്നതാണ്. ഇനിയും വ്യക്തികളിൽ കാണുന്ന പ്രധാനമായിട്ടുള്ള വ്യത്യാസങ്ങൾ എന്നൊക്കെയായിരിക്കും? ശാരീരികം കാണും, പഠനശൈലിയിൽ കാണും, വൈകാരികമായിട്ടുള്ളത് കാണും, പിന്നെ താല്പര്യത്തിൽ കാണും, അഭിരുചിയിൽ കാണും, മനോഭാവത്തിൽ കാണും, പിന്നെ സാമൂഹിക ധാർമ്മികമായിട്ടുള്ള കാര്യങ്ങളെല്ലാം കാണും അല്ലേ. നമ്മുടെ എന്താ പറയുന്നത് സോഷ്യലായിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഇൻ്റലക്ച്വലായിട്ടും അതുപോലെ നമ്മുടെ എന്താ പറയുന്നത് മോറലായിട്ടും ഒക്കെ വ്യത്യാസങ്ങൾ കാണും. അപ്പോൾ ഇതൊക്കെ വ്യക്തികളെ വ്യത്യസ്തനാക്കുന്ന മനുഷ്യനാണ്, സാമൂഹിക ജീവിയാണ്. അതുകൊണ്ട് തന്നെ വ്യക്തികളെ വ്യത്യാസമാക്കുന്ന ഒരുപാട് ഘടകങ്ങൾ അവൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. താഴെ കൊടുത്തിരിക്കുന്നവയിൽ നേതൃത്വ പരിശീലനത്തിന് ഉപയോഗപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തുന്നത് ഏത്? സ്കൂൾ പാർലമെൻ്റ് ആണോ, ക്ലബ്ബ് പ്രവർത്തനങ്ങളാണോ, SPC ആണോ, അതോ ഇവയെല്ലാമാണോ? എന്താണ് നേതൃത്വ പരിശീലനം? അതായത് നമ്മൾ ഒരു ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി കൊടുക്കണം കേട്ടോ. നേതൃത്വ പരിശീലനം വെച്ചാൽ ലീഡർഷിപ്പ് പോലത്തെ അല്ലെങ്കിൽ ടീം ബിൽഡിങ്ങും ലീഡർഷിപ്പ് ബിൽഡിങ്ങും ഒക്കെ ഇല്ലേ, അതിന് പ്രയോജനപ്പെടുന്ന ഏതാണെന്ന് വെച്ചിരിക്കുന്നത്? സ്കൂൾ പാർലമെൻറ്റ് നടത്തുന്നതാണോ, ക്ലബ്ബ് പ്രവർത്തനത്തിലൊക്കെ ഏർപ്പെടുന്നതാണോ, SPC? എന്താണ് ഈ SPC എന്ന് പറഞ്ഞാൽ? ഫുൾ ഫോം അറിയോ? SPC സ്റ്റുഡൻറ്റ് പോലീസ് കാൻഡിഡേറ്റ്. ഓർത്തിരിക്കണം, SPC ഇതൊക്കെ വരുന്നത് എന്താണ്? നമ്മുടെ നേതൃത്വ പരിശീലനത്തിന് പ്രയോജനപ്പെടുത്തും. ഇവയെല്ലാം ഇതിൻ്റെ ആൻസർ കേട്ടോ. ഉണ്ടോ? നേതൃത്വ പരിശീലനം അല്ലെങ്കിൽ ലീഡർഷിപ്പ് മെൻറ്റാലിറ്റി അല്ലെങ്കിൽ ലീഡർഷിപ്പ് ക്വാളിറ്റി നമ്മൾ കൊടുക്കുന്നത് ഇതിലെല്ലാം കൂടിയാണ് കേട്ടോ. അല്ലെങ്കിൽ ക്ലാസ് ലീഡറാകുക, സ്കൂളിൽ ലീഡറാകുക, അതുപോലെ ഒരു ഗ്രൂപ്പിൻ്റെ ലീഡറാകുക, ഇതെല്ലാം ഈ പറഞ്ഞ നേതൃത്വ പരിശീലനം നൽകുന്നതാണ്. അടുത്തത് കിടക്കുന്നു, സാംശീകരണവും സംസ്ഥാപനവും ആയത് മനഃശാസ്ത്രൻ്റെ ആശയമായിട്ട് ബന്ധപ്പെട്ടതാണ്. ആരുമായിട്ട് ബന്ധപ്പെട്ട? സാംശീകരണവും സംസ്ഥാപനവും. സ്കീമയാണോ, അഭിപ്രേരണയാണോ, മസ്തിഷ്ക ബിംബാലേഖനമാണോ, ഓർമ്മയാണോ? ആരുമായിട്ട് അല്ലെങ്കിൽ ഏത് ടൈമുമായിട്ട് അല്ലെങ്കിൽ ആരുണ്ടെങ്കിൽ എന്ത് നടക്കത്തുള്ളൂ? നമ്മുടെ സാംശീകരണവും സംസ്ഥാപനവും. സ്കീമ അല്ലേ. സ്കീമ ഉണ്ടെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ? നമ്മുടെ സാംശീകരണവും സംസ്ഥാപനവും ഒക്കെ നടക്കുകയുള്ളെന്ന് ഓർത്തിരിക്കണം. സ്കീമയാണ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എങ്ങോട്ട് പോകുന്നത്? മുൻനിർത്തിക്കൊണ്ട് പോകുന്നത്. ഇനി എന്താണ് സാംശീകരണം, എന്താണ് സംസ്ഥാപനം, എന്താണ് സ്കീമ? ഇതൊക്കെ അറിയാവോ? എന്താണ് സ്കീമ? ഇതൊക്കെ നമ്മുടെ പിയാഷയുടെ ടേംസ് അല്ലേ. പിയാഷയാണ് പറഞ്ഞത് കുട്ടികളിൽ അല്ലെങ്കിൽ വ്യക്തികളിൽ സ്കീമയുണ്ട്. സ്കീമ വരുന്ന മാറ്റങ്ങൾ നമ്മുടെ ഭൗതിക ലെവലിൽ പോയി സ്വാധീനിക്കും. അപ്പം നമ്മൾ നേരത്തെ കണ്ട കാര്യങ്ങൾ തെറ്റാണെന്ന് മനസ്സിലാക്കും. പുതിയ സന്ദർഭത്തെ കാണുമ്പോൾ അത് ശരിയാണെന്ന് നമ്മുടെ മനസ്സിൽ വന്ന് പറയും. ഇതൊക്കെയാണ് നമ്മുടെ പിയാഷെ പറഞ്ഞു വെച്ചത്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഓടിച്ചു നോക്കാം എന്താണ് സ്കീമ, എന്താണ് സാംശീകരണം, എന്താണ് സംസ്ഥാനം എന്നൊക്കെ. ഇവിടെ കിടപ്പുണ്ട്, വളരെ എളുപ്പമുള്ളതാണ്, ഒരുപാട് വട്ടം പറഞ്ഞതുമാണ്, എന്നാലും ഞാൻ ഒന്നുകൂടി പറഞ്ഞുതരാം. നോക്കി, എന്താണ് സ്കീമ? പിയാഷെ ഇതിന് മുമ്പാണ്. അശാം വന്നു. ഓക്കെ, കിട്ടി. പിയാഷയുടെ പഠന സന്ദർഭങ്ങൾ നോക്കി. അതായത് ഉണ്ടോ, നിലവിലുള്ള ഇത്ര നോക്കിയാൽ മതി. നിലവിലുള്ള അറിവ് ഉപയോഗിച്ച് പുതിയ അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുന്നതാണ് സാംശീകരണം. അതായത് നമ്മൾ ഓൾറെഡി ഒരു അറിവുണ്ട്, ആ അറിവ് വെച്ചുകൊണ്ട് നമ്മൾ പുതിയൊരു അനുഭവത്തെ മനസ്സിലാക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അതിന് പറയുന്ന പേരാണ് സാംശീകരണം. അതായത് ഇപ്പം ഞാൻ പറയുകയാണ്, ഞാൻ കൊച്ചിലെ ആനയെ കണ്ടിട്ടുണ്ട് അല്ലേ. ഈ ആനയെ കണ്ടിരിക്കുന്ന ഞാൻ ആനയ്ക്ക് തുമ്പിക്കയുണ്ടെന്നും ആന വലിയൊരു രൂപമാണെന്നും 4 കാലുണ്ടെന്നും പുറകിലൊരു വാലുണ്ടെന്നും ആന ഇങ്ങനെ തുമ്പിക്കയുണ്ട് തടികളൊക്കെ ഇങ്ങനെ പിടിച്ച് മാറ്റുമെന്നും അതുപോലെ തന്നെ ഈ വണ്ടീനെയും അതുപോലെ തന്നെ ഇതിനെയൊക്കെ അല്ലേ തള്ളിക്കയറ്റാനും അതുപോലെ തന്നെ തടിയൊക്കെ പിടിച്ച് കയറ്റാനും ആനയൊക്കെ ഉപയോഗിക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ എൻ്റെ വീട്ടിൽ JCB വന്നു. വന്നപ്പോൾ ഞാൻ ആ വണ്ടിയെ നോക്കി വിളിച്ചു ആന വണ്ടി. കാരണം എനിക്കറിയാം
എൻ്റെ ഒരു അറിവ് വെച്ചുകൊണ്ട് എന്താണ്, ആനയെപ്പോലെയാണ് ആ വണ്ടി പെരുമാറുന്നത്. കാരണം അതിനൊരു കൈയുണ്ട്, ഈ ആന എടുക്കുന്ന പോലെ ഇത് തടിയെടുക്കുകയും അതുപോലെ തന്നെ മഴമുള്ളിൽ തെറ്റിക്കുകയും ഇതുപോലുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അപ്പോൾ ഞാൻ എന്നെ വിളിച്ചു ആനവണ്ടി എന്ന്. പക്ഷേ ആ വിളിച്ചത് എൻ്റെ എന്തിനെ ഉപയോഗിച്ചാണ് കണ്ടോ, നിലവിൽ എനിക്കൊരു അറിവുണ്ടായിരുന്നു. ആ അറിവിനെ ഉപയോഗിച്ച് ഞാൻ എന്ത് ചെയ്തു, പുതിയൊരു അനുഭവം അതുമായിട്ട് റിലേറ്റ് ചെയ്ത് കണ്ടപ്പോൾ അതിനെ ഞാൻ മനസ്സിലാക്കാൻ ശ്രമിച്ചു. അങ്ങനെയാണെങ്കിൽ അതിനെ പറയുന്ന പേരാണ് എന്തെന്ന് പറയുന്നത് സാംശീകരണം, അതായത് നമ്മുടെ അസിമിലേഷൻ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനിയും രണ്ടാമതാണ് നമ്മുടെ സംസ്ഥാപനം. എന്താണ്, ഈ പുതിയ അനുഭവത്തെ ഉൾക്കൊള്ളുവാനും വിധം കുട്ടിയുടെ വൈജ്ഞാനിക ഘടന പുനഃക്രമീകരിക്കുന്നു. വൈജ്ഞാനിക ഘടനയുടെ വിപുലീകരണത്തിൽ ചെന്നെത്തുന്ന ഈ പുനഃക്രമീകരണമാണ് സംസ്ഥാപനം. അതായത് എൻ്റെ അച്ഛൻ ഇത് കണ്ടുകൊണ്ട് എന്നോട് പറഞ്ഞു, എടാ മോനെ, അത് ആനവണ്ടിയല്ല, അതിൻ്റെ പേരാണ് നമ്മുടെ JCB അല്ലെങ്കിൽ മണ്ണ് മാന്തി യന്ത്രം എന്നെന്നോട് പറഞ്ഞു. അപ്പോൾ എനിക്ക് മനസ്സിലായി രണ്ടിൻ്റെയും പേര് രണ്ടും രണ്ടാണെന്ന്. പിന്നെ തൊട്ട് ഞാൻ അതിനെ കാണുമ്പോൾ JCB അല്ലെങ്കിൽ മണ്ണ് മാന്തി യന്ത്രം എന്നതിനെ വിളിക്കുവാൻ തുടങ്ങി. അങ്ങനെയാണെങ്കിൽ എൻ്റെ ഭൗതിക നിലയിൽ അതിനൊരു മാറ്റം വന്നു, അല്ലേ? ഞാൻ നേരത്തെ കണ്ട് മനസ്സിലാക്കി വെച്ച കാര്യത്തെ കണക്ട് ചെയ്ത് പറഞ്ഞ കാര്യം തെറ്റിപ്പോയി എന്ന് മനസ്സിലായി. തെറ്റിപ്പോയെന്ന് മനസ്സിലാക്കിയപ്പോൾ എന്ത് ചെയ്തു, എന്നെ ഒരാൾ തിരുത്തി കഴിഞ്ഞപ്പോൾ എൻ്റെ സംസ്ഥാപനം വർദ്ധിച്ചു. അതായത് എനിക്ക് മനസ്സിലായി ഞാൻ പറഞ്ഞത് തെറ്റാണ്, അല്ലെങ്കിൽ ഞാൻ ആലോചിച്ച് കൂട്ടിയ തെറ്റാണ്, ഇതിൻ്റെ പേര് മറ്റൊന്നാണ്, രണ്ടും ഒരേപോലെയൊക്കെ സിമിലാരിറ്റി കാണിക്കുന്നതേ ഉള്ളൂ. അതാണെങ്കിൽ അതിൻ്റെ പേര് സംസ്ഥാപനം. ഈ രണ്ട് കാര്യങ്ങളും നടക്കണമെങ്കിൽ എന്താണ്, അവിടെ ഒരു സ്കീമ പ്രവർത്തിക്കണം, അല്ലെങ്കിൽ ഒരു വൈജ്ഞാനികാംശം, അല്ലേ? പുതിയൊരു കാര്യത്തെ നമ്മൾ മനസ്സിലാക്കി. അപ്പോൾ ആ സ്കീമ പ്രവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് നടക്കത്തുള്ളൂ, സാംശീകരണത്തിന് സംസ്ഥാപനം നടന്ന് പോവുകയുള്ളൂ. ഇതാണ് നമ്മുടെ പിയാഷെ മുമ്പോട്ട് വെച്ച് പറഞ്ഞത് കേട്ടോ. ഇനിയും ഇവിടെ മറ്റൊരു ടൈം കൂടി ഇദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, വൈജ്ഞാനിക വികാസം നടക്കുന്നത് അനുരൂപീകരണം അഥവാ അഡാപ്റ്റേഷൻ അഥവാ സംയോജനം എന്നീ പ്രക്രിയ വഴിയാണ്. ഇതുപോലെ തന്നെ പറയുന്നതാണ്, ബാഹ്യ ലോകവുമായി പൊരുത്തപ്പെടുന്നതിന് പരിസ്ഥിതിയുമായി ഇടപെട്ടുകൊണ്ട് സ്കീമുകൾ നിർമ്മിച്ചെടുക്കുന്ന പ്രക്രിയയാണ് അനുരൂപീകരണം, സംസ്ഥാപനം, സാംശീകരണം എന്നീ രണ്ട് രീതികളിലൂടെയാണ് അനുരൂപീകരണം നടക്കുന്നത്. സ്കീമുകളുടെ ആന്തരിക പുനർവിന്യാസവും കൂട്ടിച്ചേർക്കലും വഴി ശക്തവും പരസ്പര ബന്ധിതവുമായ ഒരു ജ്ഞാതൃഘടന രൂപം കൊള്ളുന്ന പ്രക്രിയയാണ് സംയോജനം അല്ലെങ്കിൽ ഓർഗനൈസേഷൻ. മേളിൽ പറഞ്ഞ പോയിന്റ് തന്നെ ഒന്നുകൂടി എടുത്ത് പറയുന്നേ ഉള്ളൂ. സോ ഈ ടേംസ് എല്ലാം ഓർത്തിരിക്കണം. സംയോജനം, അനുരൂപീകരണം, സംസ്ഥാപനം, സാംശീകരണം, സ്കീമ, ഇതെല്ലാം ആരുടെ വാക്കുകളാണ്? പിയാഷെയുടെ വാക്കുകളാണ്. ഇതിൽ സ്കീമയാണ് ഈ മാറ്റങ്ങൾക്കെല്ലാം എന്താണ് ചുക്കാൻ പിടിക്കുന്ന ബ്രോക്കർ എന്ന് വേണമെങ്കിൽ പറയാം, അല്ലോ. നമ്മുടെ ബ്രോക്കർ എന്നാ, ഒരാളെ തമ്മിലും മറ്റേയാളെ തമ്മിലും എന്ത് ചെയ്യാനാ, കണക്ട് ചെയ്യാണ്ട് യോജിപ്പിക്കും. അപ്പം സ്കീമയാണ് ഈ പറഞ്ഞ നമ്മുടെ സാംശീകരണത്തെ സംസ്ഥാനം തമ്മിൽ ഒരുമിപ്പിക്കുന്ന വ്യക്തി. ഭൗതിക നിലയിൽ മാറ്റമൊക്കെ വരുന്നത് നമ്മുടെ സ്കീമയിലാണെന്ന് ഓർത്തിരിക്കും കേട്ടോ. ഇപ്പോൾ ഇവിടെ സ്കീമയാണ് ആൻസർ വേണ്ടത്. പിന്നെ അഭിപ്രായം നമ്മൾ പറഞ്ഞു, ബാഹ്യമുണ്ട്, ആന്തരികമുണ്ട്. മസ്തിഷ്ക ബിംബാലേഖനം, അതെന്നാ സാധനം? മസ്തിഷ്ക ബിംബാലേഖനം വലിയൊരു വാക്കല്ലേ? ഒന്നുമില്ല, നമ്മളെന്താ പറയുന്നത്, നമ്മുടെ ബുദ്ധീനെ അല്ലെങ്കിൽ നമ്മുടെ ഇൻ്റലിജൻ്റ് ആയിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന പ്രവർത്തനങ്ങൾ. ഇപ്പോൾ അതൊരു ആക്ടിവിറ്റി ആകാം, ഒരു പസിലാകാം, ചില ഗെയിംസ് ആകാം, അങ്ങനെ എന്ത് വേണമെങ്കിലാകാം. അതിന് പറയുന്ന പേരാണ് മസ്തിഷ്ക ബിംബാലേഖനം. പിന്നുള്ളത് ഓർമ്മ, അല്ലേ? ഓർമ്മ നമുക്കറിയാം 3 തരത്തിലുണ്ട്. 1 നമ്മുടെ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ, 2 ഹ്രസ്വകാല ഓർമ്മ, 3 ദീർഘകാല ഓർമ്മ. എന്താണ് ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ? ഇപ്പോൾ ഇന്ന് തന്നെ നിങ്ങൾ ഒരുപാട് കാര്യങ്ങൾ കണ്ടും കേട്ടും അറിഞ്ഞും തൊട്ടും സ്പർശിച്ചും രുചിച്ചും ഒക്കെ പോയി, അല്ലേ? ഇതെല്ലാം നിങ്ങളുടെ മനസ്സിലുണ്ടോ? നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇന്ന് നടന്ന കാര്യങ്ങൾ, ഇന്ന് നിങ്ങൾ കണ്ടതും കേട്ടതും എല്ലാ കാര്യങ്ങളും നിങ്ങളുടെ മനസ്സിലുണ്ടോ? ഇല്ല. അതാണെങ്കിൽ അതൊരു ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ. ഇനി ഇന്ന് കണ്ട കാര്യങ്ങൾ നിങ്ങൾ കുറച്ചൊക്കെ, ഇന്ന് ഞാൻ എൻ്റെ ഫ്രണ്ടിനെ ഇന്ന് വഴിക്ക് വെച്ച് കണ്ടു, അല്ലേ? ഇപ്പോൾ ഞാൻ ഇന്ന് ഇങ്ങോട്ട് വരുന്ന വഴിക്ക് എൻ്റെ കൂടെ പഠിച്ച അലീന എന്ന് പറഞ്ഞൊരു കൊച്ചിനെ കണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അവളെ കൂവിയിട്ട് അവൾ കേട്ടില്ല, കൂവിന്ന് വെച്ചാൽ വിളിച്ചാൽ അവൾ കേട്ടില്ല. അപ്പോൾ എന്താണ്, അതൊരു ഹ്രസ്വകാല ഓർമ്മ, അല്ലേ? പ്രത്യേകിച്ച് നമ്മളൊരാളെ കണ്ടു, പക്ഷേ അത് നമ്മൾ ഒരു ഓർത്ത് ഒന്ന് കണ്ടല്ലോ എന്ന്, അത് ഹ്രസ്വകാല ഓർമ്മ. ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാനിനി അവളെ കാണുമ്പം ചെന്ന് പറയുമോ, എടി ഞാനെന്ന് നിന്നെ, അല്ലെങ്കിൽ ഞാനിനി അടുത്ത മീറ്റപ്പിന് അല്ലെങ്കിൽ വലിയ കൂട്ടുകാരോ വല്ലോ കല്യാണത്തിനൊക്കെ പോകുമ്പം ഈ പറഞ്ഞ വ്യക്തി വരും, അലീന എന്ന് പറഞ്ഞ കൊച്ചും വരും. അപ്പം ഞാനോട് പറയുകയാണ്, എടി ഞാൻ നിന്നെ കോട്ടയത്ത് കണ്ടായിരുന്നു പറയത്തില്ല അവളെ കാണുമ്പോഴേ, ഇല്ലേ? പറയത്തില്ലേ? നിങ്ങളാണെങ്കിലും പറയത്തില്ല, എടി ഞാൻ നിന്നെ കണ്ടാൽ നീ വിളിച്ചില്ലെന്ന് പറയത്തില്ലേ? അങ്ങനെയാണെങ്കിൽ അത് ദീർഘകാല ഓർമ്മ. മനസ്സിലായോ? നമ്മുടെ അത് ദീർഘകാല ഓർമ്മയിലേക്ക് അത് മാറും. അപ്പോൾ ഇങ്ങനെയാണ് നമ്മുടെ ഓർമ്മകൾ വന്നത്. ഇനി മറ്റൊരു എക്സാമ്പിൾ, നമ്മൾ മൊബൈൽ നമ്പറുകൾ, അല്ലേ, കയ്യിൽ എഴുതിയെടുക്കുന്നു, അത് ഹ്രസ്വകാല ഓർമ്മ, നമ്മുടെ ഇന്ദ്രിയപരമായിട്ടുള്ള ഓർമ്മ. 2 നമ്മൾ ചുമ്മാ ഒന്ന് വായിച്ചൊന്ന് ടൈപ്പ് ചെയ്ത് വെക്കുന്നു, അത് ഹ്രസ്വകാല ഓർമ്മ. ദീർഘകാലത്തേക്ക് നമ്മളത് ഓർത്ത്, ഇപ്പോൾ നമ്മുടെ അച്ഛൻ്റെ നമ്പറും അമ്മയുടെ നമ്പറും, അല്ലേ, ഭാര്യയുടെ നമ്പറും, അതിൽ നമ്മുടെ കെട്ടിയന്മാരുടെ നമ്പറും ഒക്കെ നമുക്ക് കാണപ്പെടുന്നുണ്ട്, അല്ലേ? മക്കളുടെയൊക്കെ ഫോണെങ്കിൽ അവരുടെയൊക്കെ നമ്പർ ഏകദേശമൊക്കെ നമുക്കറിയാം, അല്ലേ? അതൊക്കെ നമ്മുടെ ദീർഘകാല ഓർമ്മയിലേക്ക് പോകുന്ന. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഈ ഇങ്ങനെ ഒരു ദീർഘകാല ഓർമ്മയിലേക്ക് പോകാൻ തെരി നമ്മൾ ഇന്ദ്രിയപരമായിട്ടുള്ള കാര്യത്തിൽ നമ്മൾ ഹ്രസ്വപരമായിട്ട് കൊണ്ടുപോയി അവിടെ നമ്മൾ ദീർഘകാലത്തോട്ട് കൊണ്ടുപോയില്ലെങ്കിൽ അവിടെ എന്നാ സംഭവിക്കും? ഒരു കാര്യം സംഭവിക്കും. എന്നതാ? നമുക്ക് എല്ലാവർക്കും ഉള്ളൊരു സാധനം എന്നതാ? മറവി അല്ലെങ്കിൽ
ഫൊർഗോട്ടിങ് കേട്ടോ. അത് സംഭവിക്കും. അത് സംഭവിക്കാതിരിക്കണമെങ്കിൽ എന്ത് ചെയ്യണം? നമ്മൾ ഇന്ദ്രിയപരമായി കണ്ട് കേട്ട് അറിഞ്ഞ് തൊട്ട് സ്പർശിച്ചെടുത്ത കാര്യങ്ങളെ നമ്മളത് ഹസ്രകാലത്തിലേക്ക് കൊണ്ടുപോയി അവിടെ നമ്മൾ റിപ്പീറ്റേഷൻ നടത്തണം അല്ലേ? എപ്പോഴും എല്ലാ സൈക്കോളജിസ്റ്റും റിപ്പീറ്റേഷൻ, അതായത് നിരന്തരം ആവർത്തിക്കണം. ആവർത്തിച്ചെങ്കിൽ മാത്രമേ എന്ത് ചെയ്യത്തുള്ളൂ? അത് ദീർഘകാല ഓർമ്മയിലേക്ക് കടന്നു പോവുകയുള്ളൂ. അല്ലാത്ത പക്ഷം മറവി സംഭവിക്കും, നമ്മൾ ആ കാര്യങ്ങൾ മറന്നു തുടങ്ങും കേട്ടോ. അതാണ് അവിടെ സംഭവിക്കുന്നത്. സോ അത് ഇമ്പോർട്ടൻ്റ് ആണ്, നോക്കിയിട്ട് വേണം പോകുവാൻ. ഓക്കെ, 7-10 വരെ എടുക്കത്തുള്ളൂ കേട്ടോ. ഒരു 3 മിനിറ്റ് കൂടി ഇരുന്നാൽ മതി. 20 പറഞ്ഞ് ഞാൻ നിർത്തിക്കോളാം. അടുത്തത്, അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ, നൈപുണികൾ, മനോഭാവങ്ങൾ എന്നിവയെല്ലാം വിശദമാക്കുന്ന രേഖ. ഓരോന്നിൻ്റെ ഫുൾ ഫോം നോക്കിയാൽ മനസ്സിലാവും. എന്താണ്? NCF 2005 ആണോ, NCFTE 2009 ആണോ, RTA ആക്ട് 2009 ആണോ, POA ആണ് 1992 ആണോ? ഏതാണ്? NCF എന്ന് വെച്ചാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക്. അതല്ല, നമുക്ക് വേണ്ടത് അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളും നൈപുണികളും മനോഭാവങ്ങളാണ്. അടുത്തത് NCF അല്ല കേട്ടോ. NCF എന്ന് വെച്ചാൽ നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് കേട്ടോ. ദേശീയ പാഠ്യപദ്ധതി ചട്ടക്കൂട് എന്ന് മലയാളത്തിൽ പറയും. അതല്ല കേട്ടോ, അതിൻ്റെ അകത്തല്ല. നമ്മുടെ അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകൾ വേണം, നൈപുണികൾ വേണം, മനോഭാവങ്ങൾ വേണം. അടുത്തതിൻ്റെ ഫുൾ വന്നേക്ക് NCFT. എന്താണ്? നാഷണൽ കരിക്കുലം ഫ്രെയിംവർക്ക് ഫോർ ടീച്ചർ എഡ്യൂക്കേറ്റർ. അതിൻ്റെ അകത്താണ് ഈ പറഞ്ഞ എന്ത് വരുന്നത്? നമ്മുടെ അധ്യാപകർക്കുണ്ടായിരിക്കേണ്ട യോഗ്യതകളും നൈപുണികളും മനോഭാവങ്ങളൊക്കെ പറയുന്നത്. മലയാളം പറഞ്ഞാൽ ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് കേട്ടോ. എന്താണ് മലയാളം? ദേശീയ അധ്യാപക വിദ്യാഭ്യാസ പാഠ്യപദ്ധതി ചട്ടക്കൂട് 2009. അടുത്തത് RTA ആക്ട്. എന്താണ്? റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് കേട്ടോ. റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009. പിന്നെ POA. എന്താണ് POA? പ്രോഗ്രാം ഓഫ് ആക്ഷൻ കേട്ടോ. പ്രോഗ്രാം ഓഫ് ആക്ഷൻ ആണ് POA ആയിട്ട് പറയുന്നത് കേട്ടോ. ഇതിൻ്റെയൊക്കെ നമ്മുടെ എന്താണ് ഈ പറഞ്ഞ കമ്മീഷൻസും കാര്യങ്ങളും നമ്മൾ പഠിച്ചതാണ്. അത് വെച്ചുകൊണ്ട് വന്നാണ്. വർഷങ്ങളൊക്കെ ഓർത്തിരിക്കണം, മറന്നുപോയത് കേട്ടോ. ഓക്കെ, ബാക്കി നമുക്ക് ഒരു 5-8 ക്വസ്റ്റ്യൻ, പിന്നെ ബാക്കി നമുക്ക് മലയാളം ഇംഗ്ലീഷൊക്കെ ആയിട്ട് നമുക്ക് രാവിലെ ഡിസ്കസ് ചെയ്യാം കേട്ടോ. യെസ്, അപ്പോൾ നമുക്ക് രാവിലെ കാണാം, പഠിക്കണം, റിവൈസ് ചെയ്യണം. അല്ലെങ്കിൽ എന്നാ സംഭവിക്കും? മറവി സംഭവിക്കും. അതുകൊണ്ട് തന്നെ കണ്ട കാര്യങ്ങൾ വീണ്ടും കാണണം, ചെയ്ത ക്വസ്റ്റ്യൻ നമ്പർ വീണ്ടും ചെയ്യണം, തിരിച്ചും മറിച്ചും എല്ലാവരും ആലോചിക്കണം. അങ്ങനെ നമുക്ക് ഓർമ്മയുടെ അങ്ങേയറ്റത്തെ ഘട്ടത്തിലേക്ക് നമുക്ക് കൊണ്ടുപോകാം. ഓക്കെ, അപ്പോൾ താങ്ക് യു. നമുക്ക് രാവിലെ കാണാം. യെസ്.